നിങ്ങൾ ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്ന് ശരി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്ന് ശരിയല്ല. ദിലീപ് തെറ്റ്. നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത്. ആ നിയമവ്യവസ്ഥയിൽ പോലീസുണ്ട്. അവര് നോക്കും. ഒരു ഇതുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അംഗങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അത് ഞങ്ങളുടെ ചുമതലയാണ്. അതിനാണ് ഈ സംഘടന. ഞങ്ങളുടെ ബൈലോയിൽ പറയുന്നതാണ്. എന്ത് തർക്കിച്ചിട്ടും കാര്യമില്ല. തീരുമാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. അങ്ങനെ ദിലീപിനെ തലയിലേറ്റി നടന്നിരുന്നവർ ഒന്നൊന്നായി തലയൂരുകയാണ്. ആക്രോശിച്ചവർ മാപ്പിരക്കുന്നു. മൗനി ബാബകളായവർ കൂകി വിളിച്ച കൂട്ടുകാർക്കായി ക്ഷമ ചോദിക്കുന്നു. ജനരോഷം ഭയന്ന് സിനിമാ സംഘടനകൾ ദിലീപിനെ പുറത്താക്കാൻ മത്സരിക്കുന്നു. ഒതുക്കലിന്റെയും വെട്ടിനിരത്തലിന്റെയും ദിലീപ് കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക്. ഇതിനിടയിലെ പ്രസക്തമായ ചോദ്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ദിലീപിനെ പോലീസ് പൂട്ടിയത് പഴുതടച്ചോ? സിനിമയുടെ മാഫിയ ബന്ധത്തിന്റെ മുഖ്യ കണ്ണിയോ ദിലീപ്? ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമോ? ദിലീപ് സൂത്രധാരനെങ്കിൽ സഹായികൾ ആരൊക്കെ? ദിലീപിനെ പുറത്താക്കിയ സംഘടനകളുടെ നടപടി ആത്മാർത്ഥമോ അതോ സാഹചര്യങ്ങളുടെ സൃഷ്ടിയോ? ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അമ്മയ്ക്ക് മനം മാറ്റം. ജയിലിലായ മകനെ പുറത്താക്കി. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. അമ്മ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും ദിലീപ് പുറത്ത്. ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് മമ്മൂട്ടിയും ലാലും. കടുത്ത നിലപാടെടുത്തത് യുവതാരങ്ങൾ. മാപ്പു ചോദിച്ച് മുകേഷ്. ദിലീപിന്റെ അറസ്റ്റ് കേട്ട് ഞെട്ടിയെന്ന് ഇന്നസെന്റ്. മമ്മൂട്ടിയുടെ വസതിയിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ദിലീപിനെ നാളെ ഹാജരാക്കണമെന്ന് കോടതി. പോലീസ് ദിലീപിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ദിലീപിന് ലഭിക്കാവുന്നത് ജീവപര്യന്തം വരെയുള്ള ശിക്ഷ. റിമാൻഡിലായ ദിലീപ് ആലുവ സബ് ജയിലിൽ. കൂട്ടബലാത്സംഗ കേസിലും സ്വകാര്യത ലംഘിച്ചതിലും പ്രതി. കുടുക്കിയതെന്ന് ദിലീപ്. കൂക്കി വിളിച്ച് ജനം. അന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് റൂറൽ SP AV ജോർജ്. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെ. കൃത്രിമ തെളിവുകളെന്ന് പ്രതിഭാഗം. സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കി കോഴി വ്യാപാരികൾ. 87 രൂപയ്ക്ക് ഇറച്ചിക്കോഴി. നാളെ മുതൽ കടകൾ തുറക്കും. GST പ്രതിഷേധത്തിൽ കടയടച്ച് വ്യാപാരികൾ. പ്രതിദിന വില നിർണയത്തിനെതിരെ പമ്പ് പൂട്ടി ഇന്ധന വ്യാപാരികൾ. നഴ്സുമാരുടെ സമരത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റി. 17 മുതൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം. കന്നുകാലികളുടെ വിൽപ്പന നിയന്ത്രണത്തിന് സുപ്രീം കോടതിയുടെ ദേശവ്യാപക സ്റ്റേ. വിജ്ഞാപനം ഓഗസ്റ്റ് അവസാനം ഭേദഗതി ചെയ്യും. എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച പുരോഗമിക്കുന്നുവെന്ന് കേന്ദ്രം. അഴിയെണ്ണി ദിലീപ്. പുറത്താക്കി സിനിമാ സംഘടനകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ റിമാൻഡിലായ ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് അയച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന മൊഴിയെടുപ്പിനും തെളിവ് ശേഖരണത്തിനും ശേഷമാണ് ദിലീപിന്റെ അറസ്റ്റ്. സബ് ജയിലിൽ 5 തടവുകാർ ഉൾപ്പെടുന്ന സെല്ലിലാണ് ദിലീപ് ഉള്ളത്. അതേസമയം ദിലീപിന്റെ ജാമ്യ ഹർജി നാളെ കോടതിയിൽ സമർപ്പിക്കും. ഏതാണ്ട് ഒരു ദിവസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ അതീവ രഹസ്യമായി ദിലീപിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഞായറാഴ്ച മുഖ്യപ്രതി പൾസർ സുനിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. നിർണായക തെളിവുകൾ ലഭിച്ചതോടെ ചോദ്യം ചെയ്യലിൽ പതറിയ ദിലീപ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. പോലീസ് ക്ലബ്ബിലെത്തിച്ച ദിലീപിന്റെ അറസ്റ്റ് പിന്നീട് ഔദ്യോഗികമായി അന്വേഷണ സംഘം അറിയിച്ചു. ഇന്നലെ രാത്രി ക്ലബ്ബിൽ താമസിപ്പിച്ച ദിലീപിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി. തുടർന്നാണ് റിമാൻഡ് ചെയ്യുകയും ആലുവ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത്.
പ്രത്യേകമായി ഒരു സൗകര്യവും ദിലീപിനായി ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. വീട്ടുകാരെ കാണാൻ സൗകര്യം ചെയ്യണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിനെതിരെ ചുമത്തിയത് ആകെ 10 കുറ്റങ്ങൾ. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ജീവപര്യന്തം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് പ്രധാനം. IT ആക്ടിലെ ഗൗരവമേറിയ വകുപ്പുകളും അന്വേഷണ സംഘം ദിലീപിനെതിരെ ചുമത്തി. വിവാഹത്തിനു മുമ്പ് കാവ്യയുമായുള്ള അടുപ്പം പ്രചരിപ്പിച്ചതാണ് നടിയുമായി ദിലീപിന് വ്യക്തിവൈരാഗ്യമുണ്ടാകാൻ കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. ജൂൺ 28-ന് ദിലീപ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി തന്നെയാണ് പോലീസ് ആയുധമാക്കിയത്. പൾസർ സുനിയെ അറിയില്ലെന്ന് പറഞ്ഞ ദിലീപിന്റെ മുന്നിൽ പോലീസ് നിരത്തിയത് 2013 മാർച്ച് മുതലുള്ള ബന്ധത്തിന്റെ തെളിവ്. കൊട്ടേഷൻ തുക ആവശ്യപ്പെട്ട് പൾസർ സുനി ജയിലിനുള്ളിലെ ഫോണിൽ നിന്ന് നിരന്തരം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ടു. ദിലീപിന് അയച്ച കത്ത് കൈമാറുന്നതിനായി അപ്പുണ്ണി വിഷ്ണുവിനെ നേരിട്ട് കണ്ടു. ബ്ലാക്ക്മെയിൽ പരാതി പ്രകാരമുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയാത്തതും ദിലീപിന് തിരിച്ചടിയായി. കോൾ ഡീറ്റെയിൽസും CCTV ദൃശ്യങ്ങളുമെല്ലാം പോലീസ് തെളിവായി കണ്ടെത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിനെതിരെ 10 കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376D അനുസരിച്ച് പരമാവധി ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗത്തിലുള്ള ഗൂഢാലോചന കുറ്റമാണ് ഏറ്റവും ഗുരുതരം. മറ്റു ഗുരുതര കുറ്റങ്ങൾ ഇവയാണ്. നടിയെ തട്ടിക്കൊണ്ടുപോകാനും അന്യായ തടങ്കലിൽ വയ്ക്കാനും ദിലീപ് ഗൂഢാലോചന നടത്തി. മോഷ്ടിച്ച മുതൽ ദുരുദ്ദേശത്തോടെ കൈവശം വെച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തി. അന്വേഷണം വഴിതെറ്റിക്കാൻ ദിലീപ് വ്യാജ പരാതി നൽകി. കുറ്റകൃത്യം നടത്തിയവരെ ദിലീപ് സംരക്ഷിച്ചു. നടിയെ അന്യായമായി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അനുബന്ധ വകുപ്പുകൾ അനുസരിച്ച് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. ഇതിനു പുറമെ IT ആക്ടിലെ അനുബന്ധ വകുപ്പുകൾ പ്രകാരവുമാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. നടിയെ അന്യായമായി തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി. സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി. നടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി വാങ്ങിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ടെലിഫോൺ ലൈനിൽ സംവിധായകൻ ശ്രീ വിനയനാണ്. ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. ഒപ്പം തന്നെ പ്രൈം ഡിബേറ്റിലേക്ക് കൂടുതൽ അതിഥികൾ പിന്നാലെ എത്തുകയാണ്. ശ്രീ വിനയൻ, മുൻപൊരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും താങ്കളെ ഒരുപാട് സംഘടനകളിൽ നിന്ന് അകറ്റുന്നതിനും വിലക്കുന്നതിനും ഒക്കെ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് ദിലീപെങ്കിലും ഈ വിഷയത്തിൽ ഒടുവിൽ വരുമ്പോൾ ദിലീപ് പ്രതിയാകരുതേ, അങ്ങനെ പ്രതിയായി ദിലീപ് ഉണ്ടായി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. ശ്രീ വിനയൻ, അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിന്റെ പേരിലാണോ, അതോ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു പ്രതീക്ഷ എന്ന നിലയിലാണോ, ദിലീപിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ അന്ന് അങ്ങനെ പറഞ്ഞത്? ഇതിപ്പോൾ ജയിലിലാണല്ലോ ദിലീപ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയാൻ കാര്യം അല്ല, സോറി ശരത്, ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ ഇത്രയും ക്രൂരമായ ഈ പെൺകുട്ടിയെ 164ന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ ഇവർ കൊടുത്ത ചില പോലീസ് റിപ്പോർട്ടിന്റെ വിവരങ്ങളിലൂടെ ഇത്ര മൃഗീയമായിട്ട് ഈ കുട്ടിയോട് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ആ കുട്ടിയോട് കാണിച്ചതെന്ന് അറിഞ്ഞപ്പോ അത്തരം ഒരു വൃത്തികേടിന് ഒരു കലാകാരൻ, സിനിമയിൽ ഉള്ള ഒരു പ്രവർത്തകൻ ആകാൻ അയാൾക്ക് മനസ്സ് വരില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് പോയി. എന്നെ ദിലീപ് നേരിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ ഈ ചർച്ചകൾക്ക് വരാഞ്ഞത് ഞാൻ ശരത്തിനോടൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇവർക്കൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ്, വിലക്ക് അനുഭവിച്ചവരാണ്, 9 വർഷമായിട്ട് അതിനകത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയും എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരികയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാല് അത് ആവശ്യമില്ലാതെ എന്റെ ഒരു ശത്രുത തീർക്കാൻ പറയുന്നതായിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചർച്ചയെ പോലും വളരെ ഒഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം നിന്നത്. എന്നെ തമിഴ്നാട്ടിൽ നിന്ന് ദിലീപ് വിളിച്ചിരുന്നു. ഞാൻ ചർച്ചയ്ക്ക് പോകാത്തതിന്റെ ഒരു സന്തോഷപ്പെടാണെന്ന് എനിക്കറിയില്ല. എന്നോടൊന്നും അങ്ങനെ സംസാരിക്കാത്ത ആള് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രീതിയിൽ എന്നോട് വിളിച്ചിട്ട് ചേട്ടാ ഞാൻ ഇതുമായിട്ടൊരു ബന്ധവുമില്ല, സത്യമായിട്ടും എനിക്ക് ഇതിനകത്ത് ഇയാളെ അറിയത്തില്ല. അപ്പൊ ഞാൻ ഇയാളെ അറിയത്തില്ല, ഞാൻ അയാളെ എനിക്ക് അറിയാനേ മേല, അതുകൊണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു ഞാൻ ഇതുമായിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താൻ നാട്ടിൽ വരണം, ഇവിടെ എയറിൽ മുഴുവൻ തന്റെ പേരാണ് നിൽക്കുന്നത്, ഇത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഇതിന്റെ ഒരു വിരൽ ചൂണ്ടുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആനപ്പകയും എന്താ പറയാ ഇദ്ദേഹത്തിന്റെ ഒരാളോടുള്ള പക പോക്കാനുള്ള ത്വരയും ഒക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ നടിയോട് ചിലപ്പോൾ ഇങ്ങനെ പക പോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് ഇതാകാതിരിക്കട്ടെ, അവസാനം
ഇയാളെ പറ്റിയുള്ള ആ മുൻ ധാരണ പ്രകാരം ഉണ്ടായ ഒരു ആരോപണമായിരുന്നു. ഇദ്ദേഹമല്ല യഥാർത്ഥ പ്രതി എന്ന് കേൾക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ശതമാനത്തിന്റെ ഹൃദയത്തിൽ എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട പരാമർശമാണ് ആനപ്പകയാണ് ദിലീപിന്. അത് ഇൻഡസ്ട്രിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ ഈ രൂപത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യം, ഇത്തരം ഒരു ഹീനകൃത്യം ചെയ്യുന്ന നിലയിലേക്ക് ദിലീപ് മാറുമോ? അങ്ങനെ ഒരു ദിലീപായി നിലവിലേതായാലും പോലീസ് പറയുന്നത് വിശ്വസിക്കാനല്ലേ നമ്മൾക്ക് തരമുള്ളൂ. ദിലീപ് നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ, ഇത്തരം കൊട്ടേഷൻ കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു ആനപ്പക അത് സംഭവിക്കണമെങ്കിൽ അല്ലാത്ത ആനപ്പകകൾ താങ്കൾക്കടക്കം ബോധ്യപ്പെടുന്ന നിലയിൽ ദിലീപ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദിലീപിനെ ഇഷ്ടപ്പെടാത്തവർ, അല്ലെ ദിലീപിനോട് നേരെ വിരൽ ചൂണ്ടുന്ന ആള്. ദിലീപ് ഒരു ചെറിയ നടനായിട്ട് വന്ന്, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മിമിക്രിക്കാരനായിട്ട് വന്ന്, നിങ്ങൾക്കറിയാലോ ഇദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ സല്ലാപത്തിന് ശേഷം കല്യാണ സൗഗന്ധിയം തൊട്ട് 6-7 പടങ്ങൾ, ഉല്ലാസ പൂങ്കാറ്റ്, പ്രണയനിലാവ്, നമ്മുടെ രാക്ഷസ രാജാവ് വരെ ഞാൻ 7 പടങ്ങളോട് അടുപ്പിക്കുകയായിരുന്നു. അതെ, സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് വരെയുള്ള, അദ്ദേഹം വലിയ ആളാകുന്നതിന് മുമ്പ് വരെയുള്ള അതിന് ഊമപ്പെണ്ണെന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തെ വെക്കുകയും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നോട് കർശനമായിട്ടും കലൂർ ഡെന്നീസ് എന്ന് പറഞ്ഞ റൈറ്ററെ മാറ്റണമെന്ന് വാശി പിടിക്കുകയും ഞങ്ങൾ തമ്മിൽ, ഞാൻ പറഞ്ഞു റൈറ്ററെ നിശ്ചയിക്കുന്ന ഡയറക്ടറാന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ തെറ്റുന്നു. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു അത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു PKR പിള്ളയ്ക്ക് അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കുന്നു എന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരെയെങ്കിലും കണ്ടെത്തിക്കോളാം. അങ്ങനെയാണ് ജയസൂര്യ മിമിക്രി സ്റ്റേജിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ആ ഊമപ്പെണ്ണിന് നായകനാക്കുന്നു. ഇപ്പൊ ജയസൂര്യ താരമായതു അറിയാമല്ലോ. അപ്പം ദിലീപ് ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് എൻ്റെ കൂടെ നിരവധി പടങ്ങളിൽ വർക്ക് ചെയ്യും. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, അയാൾ ഇത്തരം അതിബുദ്ധിമാനായിട്ട്, ഞാൻ പറയുന്നത് അതിബുദ്ധിമാനായിട്ട്, മാനിപ്പുലേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുഴപ്പങ്ങളൊക്കെ കാണിക്കാൻ ഇദ്ദേഹത്തിന്റെ ഒരു കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതൊന്നും നമ്മുടെ കൂടെ പക്ഷെ എങ്കിലും കേരളം ചർച്ച ചെയ്യുന്ന ഒരു പൊതു സാഹചര്യമുള്ളതാണ് ആനപ്പക. അത് വളരെ ഗൗരവമാണ്. ആ ആനപ്പകയാണ് യഥാർത്ഥത്തിൽ പകയുള്ളൊരു മനുഷ്യനെ അതിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. സ്വാഭാവികമായും അങ്ങനെ നോക്കിയാൽ ആ നിലയിൽ താങ്കളുടെ ശ്രദ്ധയിൽ പിടിച്ചുലച്ച നിലനിർത്തിയ ഒരു ആനപ്പക ദിലീപുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാവുന്നത്? അല്ല, അതൊരു ആനപ്പക എന്റെ കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന താങ്കൾക്കറിയാം ഇദ്ദേഹത്തിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. ബേസ് ചെയ്തിട്ട് ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറുടെ നിന്ന് 40 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മൊത്തം അന്നത്തെ റെമ്യൂണറേഷൻ ഒരുമിച്ച് തന്നാൽ ഞാൻ ഇപ്പ ഡേറ്റ് തരാമെന്നും പറഞ്ഞ് അഡ്വാൻസ് ഇല്ലാവോ മൊത്തം എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുകയും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. തുളസീദാസ് ആയിരിക്കും അതിന്റെ ഡയറക്ടർ എന്നൊരു 3 പേരും കൂടെ ഒപ്പിട്ട ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് തുളസീദാസിന്റെ ഏതൊരു പടം, കോളേജ് കുമാരൻ എന്ന് പറഞ്ഞൊരു പടം ഫ്ലോപ്പ് ആകുന്നു. അത് ഓടിയില്ല എന്നുള്ള കാരണത്താൽ ഇദ്ദേഹം പറയുന്നു തുളസീദാസിനെ മാറ്റിയാൽ ഞാൻ ആ പടത്തിൽ അഭിനയിക്കാമെന്ന് പറയുകയും അന്ന് മൈക്രോ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്റെ അടുത്ത് അത് വരികയും അത് തെറ്റാണ് ദിലീപ് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് അഭിനയിച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞപ്പോ എന്റെ അടുത്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ പെടല് വെട്ടിയാലും ഞാൻ ഒരു തീരുമാനം എടുത്താണ് അതിനകത്തൊന്നും അഭിനയിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ച പുള്ളി പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അന്നാണ് മൈക്രോ ഫെഡറേഷൻ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളൊരു തീരുമാനം എടുത്തു. ഇത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് 3 മാസത്തിനകം സെറ്റിൽ ചെയ്യണം, അതല്ലെങ്കിൽ നടപടിയിലോട്ട് പോകും, ഇതിനകത്തൊരു എഗ്രിമെന്റ് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അന്ന് ഇദ്ദേഹം ചെയ്തത് നമുക്കറിയാം. അതിന്റെ പേരിൽ വിനയൻ അങ്ങനെ എന്നെ നേരെ വിരൽ ചൂണ്ടിയാൽ ഈ വിനയന ഇൻഡസ്ട്രി ഞാൻ വെച്ചേക്കത്തില്ല നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ നിലപാടിൽ നിന്നു. അദ്ദേഹം അതിന്റെ 3-ാം ദിവസം താങ്കൾക്കറിയാം എന്താ പറയാ രാത്രി 12 മണിക്ക് മൈക്രോ ഫെഡറേഷനിൽ നിന്ന് സിദ്ദിഖിനെ വിനയൻ മോശമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു. ഞാനത് പറയാൻ കാര്യം ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ വിളിച്ച് പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കുക, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു വിനയ ഞാൻ അന്ന് കോട്ടയത്ത് വെളുപ്പിനെ എനിക്കൊരു ഫോൺ വരുന്നു, രാവിലെ ഫോൺ എടുക്കുമ്പോൾ ദിലീപാണ്. ദിലീപ് എന്നോട് പറഞ്ഞു ജോസേട്ടനും മൈക്രോ ഫെഡറേഷനിൽ നിന്ന് വിനയന്റെ അപ്രമാദിത്വം പ്രതിഷേധിച്ച് രാജിവെച്ചു എന്ന് സ്ക്രോളിങ് വരുന്നുണ്ട്, ഞാൻ കൊടുത്തതാണ്, നിങ്ങളത് അല്ലെന്ന് പറയണം. അല്ലെന്ന് പറയരുത്, നിങ്ങൾ കൊടുത്തതാണെന്ന് പറയണം. ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു വിനയ ഞാൻ അന്നേരം അറിയുന്നത്. ഞാൻ പറയും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ല? അത് വിനയൻ അറിയാമല്ലോ, അടുത്ത ഡേറ്റ് അയാടെയാണ്. അപ്പം അത് എത്ര സുന്ദരമായിട്ട് അത് ഡൈവേർട്ട് ചെയ്ത് ഈ രീതി കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധി അയാളുണ്ടായിരുന്നു. അങ്ങനെ മൈക്രോ ഫെഡറേഷൻ പൊളിച്ചതിന്റെ പിന്നിൽ ഇദ്ദേഹമായിരുന്നു. മൈക്രോ ഫെഡറേഷൻ തകർത്തിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അദ്ദേഹം ഫെഫ്ക കൊണ്ടുവന്നു. കാരണം എന്നിട്ട് സംഭവിച്ചതോ
എന്നെ തകർക്കാനായിട്ട്. കാരണം അങ്ങനെ ഓക്കെ, ആ മേക്ടാ പ്രദേശം പൊളിച്ചു, ഞാൻ ഒത്തിരി പിന്നെ എന്താ പറയാ, എന്റെ പേരിൽ ഒത്തിരി ആരോപണങ്ങളും എന്നെ നശിപ്പിച്ച രീതിയിലാക്കി വെച്ചിട്ട് അത് വിട്ടോ ഇല്ല. പിന്നൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് വിളിച്ചു പറയുന്നത്, ഇന്ന് ആരാ വിളിച്ചു പറഞ്ഞെന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ പേര് വരുന്നത് അവസാനം വരുന്ന ഇദ്ദേഹത്തിലാണ്. അങ്ങനെ നോക്കിയാൽ ഈ ശൈലി അതിനകത്തൊക്കെ ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടി തന്നെ പിന്നീട് വാർത്താ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, തന്നെ മലയാള സിനിമകളിൽ നിന്ന് നിരന്തരം ഒഴിവാക്കപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്ന 2013 കാലം മുതലുള്ള പകയുടെ ഒരു തുടക്ക നടപടികളായി കണക്കാക്കാവുന്നത്. അങ്ങനെ നോക്കിയാൽ അങ്ങനെ അവസരങ്ങൾ ഇല്ലാതാക്കുക, അതിനുവേണ്ട വിധത്തിൽ വിളിച്ചു പറയുക. ഇപ്പോൾ മഞ്ജു വാര്യർ തന്നെ വീണ്ടും സിനിമയിലേക്ക് വന്ന സമയത്ത് തന്നെ അത്തരം ഇടപെടലുകൾ നടത്തി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ശ്രീ വിനയന്റെ ശ്രദ്ധയിലും അറിവിലും വന്നിട്ടുള്ളതാണോ ഇതൊക്കെ? അല്ല, അത് കൂടാതെ ഞാൻ പറയാം, ഇദ്ദേഹത്തിന് പിന്നെ ഒരു പടം ഉദയപുരം സുൽത്താൻ എന്നൊരു ചിത്രം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ. അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ പിന്നെ ആരായിരുന്നു, ദിനേശ് പണിക്കർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിരുന്നു, കിരീടത്തിന്റെ ഒക്കെ പാർട്ണറായിരുന്ന. ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ആ പടത്തിൽ അന്ന് ദിലീപ് മേടിക്കുന്ന എനിക്കറിയില്ല 10-15 ലക്ഷം രൂപയാണ്. 1.25 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ലാസ്റ്റ് കൊടുത്തു. ആ ചെക്ക് ബൗൺസ് ആയി. അപ്പൊ ഇദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പം അയാളുടെ ഒരു വിഷമത്തിനെന്തോ പറഞ്ഞ പടം പൊട്ടിപ്പോയി, ദിലീപിന് അറിയില്ലേ, 1.25 ലക്ഷം രൂപയല്ലേ, എന്റെ ഇപ്പൊ ഇല്ല തരാമെന്ന് എങ്ങാണ്ട് ക്ഷോഭിച്ച് പറഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. പക്ഷെ ഒരു സംഭവം ഉണ്ട് ചെറുത്, ആ ചെക്ക് പിന്നെ ബാങ്കിലിട്ട് അത് അറസ്റ്റ് വാറന്റ് വാങ്ങി പുള്ളി പോലും അറിയാതെ ഇദ്ദേഹം അവിടുന്ന് പൊക്കി, ആ പോലീസിനെ വിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് പൊക്കിയിട്ട് ആ പോലീസുകാരെ പുള്ളി സ്വാധീനിച്ച് വൈകുന്നേരം രാത്രി ആയപ്പോഴാണ് പോലീസ് കണ്ട് രാവിലെ അറസ്റ്റ് ചെയ്ത ആളുമായിട്ട് ഇവിടെ വരുന്നത്. അദ്ദേഹത്തെ ഈ ആലുവ, ഇപ്പൊ ഇദ്ദേഹം കിടക്കുന്ന ആലുവ ജയിലിൽ കിടത്തി ഈ ദിനേശ് പണിക്കരെ. സിയാദ് കോക്കറും ബൈജു കൊട്ടാരക്കരയും കൂടാണ് രാത്രി പോയി അതായത് ഒരു മജിസ്ട്രേറ്റിനെ കണ്ട് ഇദ്ദേഹത്തിന് സുഖമില്ല എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിച്ചു. അപ്പം തന്നോട് തന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാൽ അത് എന്തൊരു സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മൾക്കൊപ്പം ഉണ്ട്. ശ്രീവിനയൻ, അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ് ഇത്രയും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുകൊണ്ട് ഒരു കാര്യം, ഇത് അതുവരെയുള്ള കാലം, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ നടിയുടെ കാര്യം, അതിനുശേഷം മഞ്ജു വാര്യരുടെ 2ാം വരവ്, ഈ കാര്യങ്ങളിലൊക്കെ മുമ്പ് പറഞ്ഞ ആനപ്പക മറ്റു തലങ്ങളിലേക്ക് പ്രവർത്തിപ്പിക്കാൻ, ഇടപെടാൻ, അതിൻ്റെതായ ഹീനകൃത്യങ്ങളെങ്കിൽ ഹീനകൃത്യങ്ങൾ അടക്കമാകാം എന്ന നിലയിലേക്ക് ഒരു ദിലീപായി മാറുകയായിരുന്നോ? അതിന്റെ പരിണതിയാണോ ഈ കേസ്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതിനോടൊപ്പം ഞാൻ ഇത്തരം പക തീർക്കലും ഇദ്ദേഹത്തിന്റെ ഒരു അപ്രമാദിത്വവും ഈ താരസംഘടനയുടെ ഒരു പിന്നെ അവരുടേതായ ഒരു ഭയങ്കരമായ നമ്മുടെ ഇൻവോൾവ് ചെയ്യാൻ ഈ ഇൻഡസ്ട്രിയിൽ അവർക്കുള്ള ഒരു അധികാരമുണ്ടല്ലോ, അത് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെയല്ല. ഇവിടുത്തെ ചാനലുകൾക്കൊക്കെ അവരെ വേണം, അവരുടെ പരിപാടി വേണം. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ അതിനെ സൂചിപ്പിക്കാൻ കാര്യം എന്താണെന്ന്, ഞാൻ ഇവരൊന്നും ഇല്ലാതെ കൈ കിട്ടിയവരെ വെച്ച് പടം എടുത്തു. ഡ്രാക്കുള എന്നൊക്കെയുള്ള 3D പടം, ആ പടം ഇവിടെ 50 ദിവസം ഓടിയതാണ്. ആ പടം ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ അതിന്റെ സാറ്റലൈറ്റ് റൈറ്റ് എടുത്തു. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. സാറ്റലൈറ്റ് എടുത്തിട്ട് എന്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചു, ഞാൻ റേറ്റ് ഫിക്സ് ചെയ്തു, 1.5 കോടി രൂപ എനിക്കത് തരാമെന്ന് പറഞ്ഞു. അത് എന്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച് എഗ്രിമെന്റ് ഒക്കെ എഴുതി. അപ്പോൾ എനിക്കൊരു കോൾ വരുന്നു, സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം, 1 മണിക്കൂർ, എനിക്കൊരു ഞങ്ങളുടെ MD വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചതിന് ശേഷം ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് എന്നെ വിളിച്ച് പറയാണ്, സാർ നിങ്ങളുടെ പൊളിറ്റിക്സ് ഒക്കെ അറിയാമല്ലോ സാർ, ഇതിന്റെ അത് ചെറിയ പ്രശ്നമുണ്ട് സാർ. ഞാൻ എന്ത് പ്രശ്നം? ആദ്യം സാർ സോറി എന്ന് പറഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇദ്ദേഹം എന്നോട് പറയാണ്, സാർ അങ്ങനെ ഇവരെ എതിർത്തുകൊണ്ട് പടം ചെയ്തത് സാറ്റലൈറ്റ് പോയാൽ അടുത്ത പടം വീണ്ടും ചെയ്യും, അങ്ങനെ വിനയനെ വിടരുത്. പറഞ്ഞത് ആരാന്ന് അന്വേഷിച്ചു വന്നപ്പോ ഇദ്ദേഹത്തിനോട് വേറൊരു നടനുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദിലീപിനോട് വേറൊരു നടനെ ഉണ്ടായത്. അത് ദിലീപാണ് അങ്ങനെ വന്നാൽ ഇയാൾ വീണ്ടും പടം ചെയ്യും. അപ്പൊ പിന്നെ ഞങ്ങൾ ഈ വിലക്കിയതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് നിങ്ങൾക്ക് താരഷോയ്ക്ക് വരണമെങ്കിൽ, ഞങ്ങളുടെ താരങ്ങൾ വരണമെങ്കിൽ, അമ്മയുടെ പരിപാടികൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം. അതല്ല വിനയന്റെ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ വേറെ ചാനൽ നോക്കിക്കോളാം. അപ്പൊ ഈ ചാനൽ എന്നോട് ചാനലിന്റെ മേധാവി എന്റെ അടുത്ത് പറഞ്ഞു, വിഷമത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ വേണം. പക്ഷേ ഇപ്പൊ ഈ കേസിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്നപ്പോ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നത്, എല്ലാ ചാനലുകാരും ദിലീപിനെ തള്ളി പറയേണ്ടി വന്നു, എല്ലാ ചാനലുകാരും അമ്മയെ തള്ളി പറയേണ്ടി വന്നു, അമ്മയും ചാനലുകാരും മാധ്യമങ്ങളും തമ്മിൽ പ്രശ്നത്തിലായി എന്ന് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ ശരത്തിനടുത്ത് അത് പറയുമ്പോ ഒരു കാര്യം കൂടി, നമ്മളാരും ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ ഇപ്പോൾ താങ്കളുടെ കാര്യത്തിലൊക്കെ കർക്കശമായ നിലപാടുകളും വേദന തോന്നുന്ന തരത്തിലും അലോസരം തോന്നുന്ന തരത്തിലും ഒക്കെ ആ തർക്കത്തിലൊക്കെ എല്ലാവരും നിലപാടെടുത്തിട്ടുണ്ടാവും. പക്ഷേ വന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു പൊക്കോണമെന്ന മട്ടിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതിനല്ല മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്നത്. അവർക്ക് അസുഖകരമാകും. പക്ഷേ
ചോദിച്ചേ പറ്റൂ എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വാർഷിക പൊതുയോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ തയ്യാറാകുമ്പോൾ കൈകാര്യം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ ഇവരുടെ ഒന്നും തിണ്ണമിടുക്കും താരപ്പകിട്ടും കണ്ട് ഭയന്നു പോകുന്നവരോ മടങ്ങി പോകുന്നവരോ അല്ല മാധ്യമപ്രവർത്തകരെന്നും കേരളം തെളിയിച്ചതാണല്ലോ ശ്രീ വിനയൻ. അതെ അതെ ശരത്, പക്ഷെ ശരത്തിന് അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരത്തിനറിയാം, പല ചാനലുകളിലും പല പരിപാടികളും വിനയൻ വന്നാൽ ഞങ്ങൾ വരത്തില്ല എന്ന് ഇവര് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ച പരിപാടികൾ മാറ്റി വെച്ചിട്ട് ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു, സത്യമാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞ എന്നോട് വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഏഷ്യാനെറ്റിന്റെ എന്താണ് ബൈജു മേലില്ല എന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസർ അവരുടെ ഏതോ കോമഡി ഷോ എന്നെ വന്ന് ക്ഷണിച്ചു. അവസാനം പറഞ്ഞു, സാർ ക്ഷമിക്കണം, സാർ ഉണ്ടെങ്കിൽ ഇന്നവര് വരത്തില്ല. എന്റെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞു സാരമില്ല, അവരുടെ എന്നോടുള്ള ഒരു വാശിയല്ലേ, വിട്ടേക്കൂ. ഇത്തരം ഞാൻ പറയട്ടെ, വിനയന്റെ പേര് പറയല്ലേ, ഞാൻ കൊണ്ടുവന്ന ഇപ്പൊ മലയാള സിനിമയിൽ ഈ പറയുന്ന ജയസൂര്യ ആയിക്കോട്ടെ, ഇന്ദ്രജിത്ത് ആയിക്കോട്ടെ, അനൂപ് മേനോൻ ആയിക്കോട്ടെ, എത്രയോ നടന്മാരെ ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്നവരാണ്. അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറേ ഞാൻ പറഞ്ഞാൽ നീ എന്തുമാത്രം അവിടെ കിടന്ന് പ്രസംഗിച്ചു, നിന്നെ കൊണ്ടുവന്ന ഒരുത്തനാണെന്ന് നീ ഒരു പേര് പറഞ്ഞു വെച്ചപ്പോൾ സാർ ക്ഷമിക്കണം സാർ, സാറിന്റെ പേര് പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് മീശ വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. മീശ വെച്ചവരുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സ്ത്രീകളോടുള്ള സമീപനത്തിലേക്ക് ഈ വലിയ വളർച്ചക്കിടയിൽ സ്ത്രീകളെയും കൈകാര്യം ചെയ്യാം എന്ന നിലയിലേക്ക് ഒരു ദിലീപ് വളർന്നു എന്ന വേദന അല്ലെങ്കിൽ അത്തരമൊരു ആശങ്ക ഈ കേസിൽ ഇപ്പോൾ പോലീസ് പറയുന്ന തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ആ വേദന മാത്രമല്ല, തുറന്നു പറയാം, ഈ കേസിൽ ഞാൻ ഇത്രയും എന്നെ വേദനിപ്പിച്ച എന്റെ ശത്രുപക്ഷത്ത് നിന്ന ആളാണെങ്കിൽ കൂടി ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇയാൾ ചെയ്തത് അല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. കാരണം കേരളത്തിന്റെ ഇപ്പൊ നിർഭയ കേസിനേക്കാളും എത്രയോ ഭീതിജനകമാണ് ശരത്ത് ഈ കേസ്. ഈ കേസ് കൂടെ വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നടനും നടിയും പിന്നെ സംവിധായകനും അതിനകത്ത് കുഴപ്പമുള്ളവരെ കാണുമായിരിക്കും. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ സമൂഹത്തിന്റെ ഒരു പിന്നെ പാർട്ട് തന്നെയാണ് സിനിമയും. ഞാൻ അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു നടിക്ക് അവർക്ക് കംഫോർട്ടായിട്ട് വർക്ക് ചെയ്യാവുന്ന, സേഫായിട്ട് നിൽക്കാവുന്ന ഒരു ഗ്രൂപ്പാണെന്ന് കണ്ടിട്ടാണ് ഈ പാതിരാത്രിക്കും 10 വെളുപ്പിനും ഒക്കെ ഷൂട്ടിങ്ങിന് പോണത്. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു പ്രധാന നടനോ സംവിധായകനോ ഒരു നടിയെ ട്രാപ്പ് ചെയ്യാനോ ചീത്തയാക്കാനോ ഒന്നും ഒരു പാടുമില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കണക്കുള്ള അത് ഉപയോഗിച്ചത് പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ശ്രീ വിനയൻ, ശ്രീ ജയശങ്കർ ദയവായി 1 മിനിറ്റ് കൂടി ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞത് പോലീസ് ഇപ്പോൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കാൻ താങ്കൾ പറഞ്ഞ ദ സോ കോൾഡ് ആനപ്പക, വ്യക്തി വൈരാഗ്യം, ദിലീപ് മഞ്ജു വിവാഹബന്ധം വേർപെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതിലുള്ള മുമ്പ് പറഞ്ഞ ആനപ്പക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഈ ആലോചനകളെ ഈ ഹീനകൃത്യം കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആയിരുന്നു. എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരം ഞങ്ങളുടെ ഒരു അപ്രമാദിത്വം എന്ത് കേസും ഇപ്പൊ ഞാൻ പറയട്ടെ, കുറച്ച് മയക്കുമരുന്ന് കേസുകൾ വന്നല്ലോ. ആ കേസിൽ ആ ഷൈൻ ചാക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേര് വന്ന സമയത്ത് കൂടെ വന്ന പേരുകളൊക്കെ നമ്മൾ പിന്നെ കേട്ടില്ലല്ലോ. അത്തരം എത്രയോ കേസുകൾ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ആ സിനിമയിൽ ഈ പറയുന്ന നടന്മാർ, എനിക്കിപ്പോ എന്റെ ബലമായ സംശയം ബഹുമാനായ മുഖ്യമന്ത്രി അന്ന് ഇതൊരു ഗൂഢാലോചന ഒന്നുമില്ല, ഇത് അയാളുടെ ഒരു ഭാവനയാണെന്നൊക്കെ പറഞ്ഞല്ലോ ആ പൾസർ സുനിയുടെ. അങ്ങനെ പറഞ്ഞതിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു അത് പോലീസ് എന്ന് പറയാനുള്ള സമയം നേരമായിട്ടില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില നടന്മാർ പുള്ളിയോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആരാധനയുള്ള അല്ലെ പുള്ളിക്ക് വിശ്വസ്തത എന്ന് തോന്നുന്ന അവര് പറഞ്ഞായിരിക്കും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് എന്റെ വിശ്വാസം. കാരണം അത്രമാത്രം ഇവിടുത്തെ താര ദൈവങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ കേസിൽ, അതായത് ശ്രീവിനയൻ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേസിൽ അടക്കം താരങ്ങൾ, സൂപ്പർ താരങ്ങൾ, ആ താരസംഘടന അടക്കമുള്ള ആളുകൾ വലിയ പിന്തുണ, വലിയ സഹായങ്ങൾ ദിലീപിന് ചെയ്തു കൊടുത്തു ഈ കേസിലടക്കം എന്നാണോ? അവർ നിശബ്ദരായിരിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ പഴി പറഞ്ഞില്ല, ഒറ്റപ്പെടുത്തിയില്ല എന്നല്ല, പകരം വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിയാവുന്നത്ര ആദ്യഘട്ടങ്ങളിൽ. അവിടെയാണോ താങ്കൾ സംശയിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലും അവർ ദുരുപയോഗിച്ചു? 100 വട്ടവും ഇവർക്ക് ഉള്ള ഒരു എന്താ പറയാ കഴിവ്, ഗ്ലാമറിന്റെയും ഈ ഭയങ്കര ജനങ്ങളുടെ ഒരു താരാരാധന എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ടല്ലോ. നമ്മളിപ്പോ ആൾ ദൈവങ്ങളൊക്കെ പറയുന്നില്ലേ, അവരുടെ മുന്നിൽ വരുന്ന ലക്ഷങ്ങളെ നമ്മൾ കണ്ട് ഞെട്ടാറില്ലേ എന്ന് പറയുന്ന പോലുള്ള ഇവർക്കുള്ള ആ താരാരാധനയുടെ ഒരു പവർ ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് സംശയമില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവർ ആദ്യത്തെ അമ്മയുടെ യോഗത്തിൽ ഏതായാലും ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതിന് മറകളില്ലാത്ത ചർച്ചയാണ്. കാരണം അങ്ങനെയാകാൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾക്ക് എന്ന് വന്നാൽ ആരൊക്കെയാകും ആ തലപ്പത്ത് ദിലീപിന്റെ സഹായികളായി ഒരു ഘട്ടം വരെയെങ്കിലും ഒപ്പം കൂടിയത്? ഇപ്പോൾ എല്ലാവരും തലയൂരുകയാണല്ലോ. അല്ല, ഞാൻ
ശരത്ത് ക്ഷമിക്കണം, ഞാൻ ആ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഒരു ചർച്ചയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട നടന്മാർ, അതിന്റെ ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇവിടെ നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ ഈ നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതിനകത്ത് പ്രമുഖ നടൻ എന്ന് മാത്രം ജീവികളിൽ വന്നപ്പോ അവരൊരു മീറ്റിംഗ് കൂടിയിട്ട് അവിടെ കത്തി ജ്വലിച്ചത് കണ്ടായിരുന്നോ ശരത്ത്? ആ മീറ്റിംഗിൽ എന്താ പറഞ്ഞത്? അവരന്ന് പറഞ്ഞത് ദിലീപിനെ ഇങ്ങനെ അനാവശ്യമായിട്ട് വലിച്ചെടുക്കുന്ന ഗണേശൻ തന്നെ കത്തിലൂടെ പറഞ്ഞ മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്ന യോഗത്തെ കുറിച്ചാണ് വിനയൻ സൂചിപ്പിക്കുന്നത്. അതെ, ഇതിനെതിരെ ഒരു മീറ്റിംഗ് കൂടിയല്ലോ. ഈ പ്രമുഖ നടനെ അനാവശ്യമായിട്ട് വലിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ. പ്രമുഖ നടനേ ഉള്ളൂ, അന്ന് ദിലീപിന്റെ പേര് പറയുന്നില്ലായിരുന്നു. അതായത് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി കൂടിയ യോഗത്തിന് ശേഷം ഈ നടന് വേണ്ടി ഇമ്മീഡിയറ്റ് യോഗം കൂടിയിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അവിടെ ഈ പ്രമുഖ നടൻ പേര് ഒരു ആരോപിതനായ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കുട്ടിയെ നിരവധി വർഷങ്ങളായിട്ട് വിലക്കുന്നു, ഈ കുട്ടിക്കെതിരെ കുപ്രചരണം നടത്തുന്നു, ഒരു ഓൺലൈനിൽ വളരെ മോശമായിട്ട് ഇവരെ പറ്റി പ്രതിപാദിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം പോലീസ് സംശയിക്കുന്നു, ജനങ്ങൾ സംശയിക്കുന്നു, പ്രമുഖ നടന് മാത്രം ടിവിയിൽ വരുന്നു. അതുപോലും സഹിക്കാനുള്ള ഒരു അസഹിഷ്ണുമായ മനസ്സോടുകൂടി അത് ടോളറേറ്റ് ചെയ്യാൻ വരാതെ ഇവർ പ്രതികരിച്ചല്ലോ, നമ്മൾ കണ്ടതല്ലേ. അതൊക്കെ ഇതിന്റെ ബാക്കിപത്രം തന്നെയാണ്. ഒരു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഈ കുട്ടിയെ ആക്രമിച്ചതിന് ശേഷം നടന്ന ആദ്യ ജനറൽ ബോഡിയാണല്ലോ, അതിലൊരു പ്രമേയം ആദ്യമായിട്ട് പാസ്സാക്കിയിട്ട് ഈ അക്രമത്തെ അപലപിക്കുന്നു. ഇന്ന് കാത്തുനിന്നില്ല. ഒരുപക്ഷെ അതിന്റെ ഗുണമാകാം, അന്ന് കേട്ടതിന്റെയും അന്ന് അനുഭവിച്ചതിന്റേതുമാകാം. ഇന്നിപ്പോൾ ഉടനടി പുറത്താക്കി സസ്പെൻഷനിലേക്ക് പോലും ചുരുക്കി നിർത്താൻ അവർ തയ്യാറായില്ല. എനിക്കതിലും പറയാനുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അവരുടെ ആ നിലപാട് മൊത്തം മാറ്റിയിട്ടൊന്നുമല്ല. ഇന്ന് ആത്മാർത്ഥതയോടെയല്ല എന്നാണോ? ആത്മാർത്ഥമല്ല എന്നാണോ? തീർച്ചയായിട്ടും ആ തീരുമാനം എടുക്കാതെ ഇന്ന് ഗേറ്റിന് വെളിയിലോട്ട് വരാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ജനസഞ്ചയം വെളിയിൽ നിൽക്കൊണ്ടായിരുന്നു. ഈ തീരുമാനം അതിന്റെ കൂടെ ബാക്കി പത്രമാണ് അവരിന്ന് തീരുമാനമെടുത്തത് പുറത്താക്കാനെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നന്ദി ശ്രീ വിനയൻ. ഞങ്ങളോട് സഹകരിച്ചതിന് യാത്രക്കിടയിലാണ് അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചത്. ഏതായാലും അമ്മ ഇന്നെടുത്ത തീരുമാനം, അത് പ്രൈം ഡിബേറ്റ് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത്. അത് ആത്മാർത്ഥതയുള്ള തീരുമാനമായി കാണാനാകില്ല. ജനരോഷം എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നബാധിത മേഖല അതിജീവിക്കാൻ, മറികടക്കാൻ താരസംഘടന എടുത്ത ഒരു തീരുമാനം മാത്രമേ അതിനെ കാണാനാകൂ. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ പ്രൈം ഡിബേറ്റിലേക്ക് എത്തുന്നു. ചലച്ചിത്ര താരം നവ്യ നായർ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. നിർമ്മാതാവ്, വിതരണക്കാരുടെ സംഘടനയുടെ നേതാവായിട്ടുള്ള ശ്രീ ലിബർട്ടി ബഷീർ ചർച്ചയിലേക്ക് എത്തുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ വിനയൻ കുറേ വർഷങ്ങളുടെ ഒരു സിനിമാക്കാരുടെ ഇടയിലെ പകയും ആ സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിച്ചു പോയത്. ഒരു ദിലീപിൻ്റെ ആനപ്പകയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന, തെളിവുപരമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, റിമാൻഡ് റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് പോലീസ് ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾ ഒരേ നാട്ടുകാരാണ്, താങ്കളുടെ പിന്നാലെ അതേ കോളേജിൽ പഠിച്ചയാളാണ്, മാത്രവുമല്ല നിങ്ങൾ അല്പം അകന്ന ബന്ധുക്കളുമാണ് എന്നും കഴിഞ്ഞൊരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് കേട്ടു. പക്ഷെ അതൊന്നും ഒരു അഭിപ്രായം പറയുന്നതിന് തടസ്സമല്ല എന്നും എനിക്കറിയാം. ദിലീപ് യഥാർത്ഥത്തിൽ പോലീസ് പഴുതടച്ച് പിടികൂടപ്പെടുകയായിരുന്നോ? സിനിമയ്ക്കുള്ളിലെ മാഫിയ ബന്ധത്തിൻ്റെ മുഖ്യ കണ്ണിയായി ദിലീപിനെ കണക്കാക്കേണ്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് അദ്ദേഹത്തെ വളരെ കുട്ടിക്കാലം മുതൽക്ക് അറിയാം. അദ്ദേഹം ഏതാണ്ട് LP സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് എനിക്കറിയാം. ഞങ്ങൾ തമ്മിലൊരു 4-5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. LP സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം, കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം. അദ്ദേഹം ഹരിശ്രീ എന്ന മിമിക്രി ട്രൂപ്പിൽ പങ്കെടുക്കുമ്പോൾ എനിക്കറിയാം. അത് കഴിഞ്ഞ് സിനിമയിൽ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചേരുമ്പോൾ എനിക്കറിയാം. അദ്ദേഹം മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്കറിയാം. മഞ്ജു വാര്യരുടെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കറിയാം. അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ഞങ്ങൾ കുറച്ച് അകന്ന ബന്ധുക്കൾ കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ ഒരു മാഫിയ ഡോണായി മാറുക എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ശ്രീ വിനയൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വളരെ മിതത്വം പാലിച്ചു, അദ്ദേഹം വളരെ സംയമനം പുലർത്തി എന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ, പൊള്ളുന്ന അനുഭവങ്ങൾ, ഇതൊന്നുമല്ല, ഇതിലൊക്കെ വളരെ കഠോരമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഏറ്റവും അവസാനം എനിക്ക് നേരിട്ടറിയാവുന്നത്, കലാഭവൻ മണിയുണ്ടല്ലോ, കലാഭവൻ മണിയുടെ 1-ാം ചരമവാർഷികം ചാലക്കുടിയിൽ നടത്തുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി മുൻകൈയെടുത്ത് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അതിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ വിനയനെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം വിനയൻ പങ്കെടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി പങ്കെടുക്കില്ല എന്നൊരു ഭീഷണി ഉണ്ടായി. സംഘടകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി പങ്കെടുക്കൽ വളരെ പ്രധാനമായിരുന്നതുകൊണ്ട്
വിനയനെ പങ്കെടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. വിനയന് വരാൻ കഴിഞ്ഞില്ല, വിനയനെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മരിച്ചുപോയ ഒരു കലാകാരൻ, അതും കലാഭവൻ മണിയും വിനയനും തമ്മിലുള്ള ബന്ധം എന്താണ്? കലാഭവൻ മണിയെ വലിയ പ്രസിദ്ധനാക്കിയ ഇല്ലേ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ സൃഷ്ടാവായിരുന്നു വിനയൻ. വാസന്തിയും ലക്ഷ്മിയും ഇല്ലെങ്കിൽ പിന്നെ കലാഭവൻ മണിക്ക് മലയാള സിനിമാ ചരിത്രത്തിലുള്ള സ്ഥാനം എന്തായിരുന്നു നിങ്ങൾക്ക് തന്നെ ആലോചിക്കാന്നുള്ളൂ. കരിമാടിക്കുട്ടൻ സംവിധാനം ചെയ്ത ആളാണ് വിനയൻ. ആ വിനയനെ മാറ്റി നിർത്തി കലാഭവൻ മണിയുടെ 1ാം ചരമവാർഷികം നടത്തേണ്ട സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ. തിലകന്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. വിനയൻ നിൽക്കട്ടെ, തിലകൻ എത്രയോ വലിയ നടനായിരുന്നു. തിലകനെ മുത്തങ്ങപ്പുല്ല് പറിച്ചു കളയുന്ന പോലെയല്ലേ മലയാള സിനിമയിൽ നിന്ന് പറിച്ചു മാറ്റിയത്? തിലകൻ ചെയ്ത കുറ്റം എന്താ? വിനയന്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതുപോലെ അനുഗ്രഹീത കലാകാരനല്ലേ ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജുവിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് സിനിമയിലൊന്നും കാണുന്നില്ല. മാളരവീന്ദ്രനൊക്കെ എത്രയോ സാധുവായിരുന്നു. ഇപ്പോൾ ക്യാപ്റ്റൻ രാജുവിനോ അല്ലെങ്കിൽ തിലകനൊക്കെ ജീവിക്കാൻ ചുറ്റുപാടുണ്ട്. മാളരവീന്ദ്രൻ വളരെ സാധുവായൊരു മനുഷ്യരായിരുന്നു. അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ഒരു മാഫിയ സംസ്കാരം, അധോലോകമാണ് ഇത്. ദിലീപ് അതിന് പുറമേക്ക് കാണപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ്. ദിലീപ് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് ആളുകളുണ്ട്. ഈ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഒക്കെ ഉൾപ്പെട്ട വലിയ ഒരു അധോലോക സാമ്രാജ്യമാണ് മലയാള സിനിമ. അവരുടെ പല കൊള്ളക്കൊടുക്കുകൾക്കിടയിൽ ഒരുപാട് നിരപരാധികളുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു. അതിലൊരാളാണ് ഇപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായ നടി. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ശ്രീ ലിബർട്ടി ബഷീർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലിബർട്ടി ബഷീർ ഈ പറഞ്ഞ പോലെ ദിലീപിനോട് വ്യക്തിപരമായിട്ടും അല്ല ബിസിനസ് പരമായിട്ടൊക്കെ എതിർപ്പുണ്ടാകും. എങ്കിലും അദ്ദേഹം ആദ്യം പറഞ്ഞൊരു അഭിപ്രായം, ഏറ്റവും ആദ്യം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ അദ്ദേഹമാണ് ഞാൻ കേട്ടത്. നടൻ മമ്മൂട്ടി ഇടപെട്ടില്ലെങ്കിൽ സത്യം തെളിയുമെന്നാണ് പറഞ്ഞത്. ഏതായാലും സത്യം തെളിയുന്നു എന്നല്ല എനിക്ക് സന്തോഷമുണ്ട്. ലിബർട്ടി ബഷീർ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, നവ്യ നായരിലേക്ക് വേഗം മടങ്ങി വരാം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുംബൈയിൽ നിന്നാണ് അവർ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരാൻ പോകുന്നത്. ലിബർട്ടി ബഷീർ, നേരത്തെ വിനയനും ഇത് സൂചിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ഒരു സമയം വരെ കൃത്യമായ പിന്തുണ, എല്ലാ സഹായങ്ങളും ഒത്താശകളും പ്രമുഖ നടൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലത്ത് ഒരു പ്രമുഖ നടന് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധമുണ്ട് എന്ന് മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ച കാലത്ത് വലിയ സഹായം, കയ്യയച്ച സഹായം ഉണ്ടായി. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചത് മമ്മൂട്ടിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ താങ്കൾ അക്കാലത്ത് പറഞ്ഞിരുന്നു എന്നാണ്. വിനയൻ പറഞ്ഞത് ആ പ്രധാനപ്പെട്ട താരങ്ങൾ മുഖ്യമന്ത്രിയെ അടക്കം അവരുടെ ആശങ്കയും പരാതിയും സ്വാധീനവും ചെലുത്തിയപ്പോഴാണ് ഇതിൽ ഗൂഢാലോചനയില്ല എന്ന ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലും പറയുന്നതിനിടയാക്കി. പക്ഷേ മുഖ്യമന്ത്രിയുടേതായ വിശദീകരണം കൃത്യമായി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അത് ഏറെക്കുറെ സാധൂകരിക്കുന്നതുമാണ്. അത് പോട്ടെ, എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു സംശയം ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ ഉന്നയിക്കാൻ കാരണം? ഇപ്പോൾ തുറന്നു പറയാമല്ലോ, കാരണം ദിലീപ് ഈ കേസിൽ തെളിവുകളോടെ പ്രതിയാകുന്നു, ജയിലിലായിരിക്കുന്നു. എന്തുകൊണ്ട് സംശയങ്ങൾ? മമ്മൂട്ടി അടക്കമുള്ളവരെ താങ്കൾ അന്നേ സംശയിച്ചു. ശരത്തെ, സംഭവം നടന്നിട്ട് 3ാമത്തെ ദിവസം ഞാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ വിവരം പുറത്തുവിട്ടതാണ്. ഓൺലൈൻ മാധ്യമത്തിലൂടെ. കാരണം ഈ നിങ്ങൾ ചാനലിൽ കൂടെ എനിക്ക് അത്ര തുറന്നു പറയാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി അന്ന് എൻ്റെ ഞാനും വേറെ ഒരു ദിലീപിന്റെ വേറെ വലയത്തിൽ കിടത്ത് എന്റെ തിയേറ്റർ പൂട്ടി കിടക്കുന്ന സമയം ഞാൻ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനിടയിൽ കട്ട് ചെയ്തു പോവല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുംബൈയിൽ നിന്ന് നവ്യ നായർ ചേരുന്നുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മുൻപ് പല തവണ തടസ്സപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ ലൈൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടൊന്ന് അവരിലേക്ക് പോയി നമ്മൾക്ക് ഈ ചർച്ചയിലേക്ക് വരാം. നവ്യ, എങ്ങനെയാണ് പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഇപ്പോൾ ദിലീപിന്റെ അറസ്റ്റ് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്? ദിലീപേട്ടൻ്റെ അറസ്റ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് മമ്മൂക്കയും ലാലേട്ടനും എല്ലാവരും പ്രസ് മീറ്റിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. പല കഥകളെ പറ്റിയും പലതും ഇങ്ങനെ റൂമേഴ്സൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ബഷീർക്കൊക്കെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റിയിട്ടൊക്കെ അറിയാം. പലപ്പോഴും ചില പ്രശ്നങ്ങളിലൊക്കെ ഞാനും ബഷീർക്കൊക്കെ എല്ലാം ഒരുമിച്ച് വന്നിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ എനിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഭാവന, സോറി അങ്ങനെ പേര് പറയാൻ പാടില്ല, സോറി. അപ്പോൾ അവൾക്ക് എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ച ആ ഒരു എന്താ പറയുക, അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്. അത് ഒരു സ്ത്രീക്കും വരാതിരിക്കട്ടെ. ഇങ്ങനെ ഉള്ളൊരവസ്ഥയെ ഏറ്റവും നന്നായി തന്നെ പോലീസും നിയമവും
നീതിയും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വരുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നവ്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ, നവ്യ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്, ഇനിയൊരു സ്ത്രീക്കും ഇതുണ്ടാകാതിരിക്കട്ടെ എന്നാണ് അന്ന് സിനിമാ പ്രവർത്തകരെല്ലാം കൊച്ചിയിൽ ഒത്തുകൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇതേ ദിലീപ് പറഞ്ഞത്. ആ ദിലീപ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങൾ, അന്നേ അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ വളച്ചൊടിക്കരുത്. പിന്നീട് ഇങ്ങോളം ദിലീപ് മാധ്യമങ്ങൾക്കെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പോട്ടെ, അത് കണക്കിലെടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനെ ഉണ്ടാകരുത്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്നതിലാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത്, നടന്നതിലല്ല, ഇനി സംഭവിക്കരുത് എന്ന ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ദിലീപ് അന്ന് പ്രസംഗിച്ചത് അതേ വേദിയിൽ കൊച്ചിയിൽ. നവ്യ, ഞാൻ അമ്മ അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിങ്ങിന് 7 കൊല്ലത്തിന് ശേഷം പോയപ്പോൾ മാധ്യമങ്ങളെ മീറ്റ് ചെയ്തപ്പോൾ അന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞതാണ്, അസോസിയേഷനിൽ തീർച്ചയായിട്ടും എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ്, ഞാൻ പ്രതീക്ഷിച്ചതാണ് അസോസിയേഷനിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി സംസാരമുണ്ടാവും, നമ്മുടെ ഡിസ്കഷനിൽ ഇത് വരും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒന്നും ഡിസ്കഷനിൽ ഉണ്ടായില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മീഡിയയെ തന്നെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരും അറിയാത്ത രീതിയിലാണ് വെളിയിലോട്ട് വന്നതുപോലും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രതികരണം, ഈ പ്രതികരണങ്ങളും ഫോൺ കോളുകളും നമ്മളോട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയുമൊക്കെ നമുക്കറിയുള്ളൂ. അപ്പോൾ പതുക്കെ പോലീസ് ഓരോന്ന് തെളിയിക്കുമ്പോഴും തെളിവുകൾ നിങ്ങളെ ഈ സാധാരണ ജനങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളും ടി വിയിൽ കാണുമ്പോഴാണ് ഇത്രയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ വേദനാജനകമാണെന്ന് അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഈ ഇങ്ങനെ വലിയൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടാവരുത് എന്ന്, അതായത് നവ്യ, ഇങ്ങനെ വലിയൊരു വ്യക്തി വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ച് നവ്യ, ഇങ്ങനെ വലിയ വ്യക്തി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഉള്ളൊരു ദിലീപ് എന്നത് ഏതെങ്കിലും തരത്തിൽ ആലോചിക്കുമ്പോൾ നവ്യക്ക് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് അവൾക്ക് പോലും ഇത് ഷോക്കിംഗ് ആയിരിക്കും. കാരണം ഞങ്ങളോടൊക്കെ ഇത്രയധികം തമാശകൾ പറയുകയും ഇത്രയധികം സ്നേഹത്തോടെ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ, ചില കാര്യങ്ങളൊക്കെ, ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം, വിരോധം അറിയാം. അതുകൊണ്ട് ചെയ്യുന്ന ചില സിനിമയിലെ ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു സിനിമ വിലക്കലോ അല്ലെങ്കിലോ അങ്ങനത്തെ ഉള്ള കളികളിൽ നിന്നൊക്കെ അതൊക്കെ കഴിഞ്ഞു, എവിടെയോ പോയി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞ. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ ലിബർട്ടി ബഷീർ, നേരത്തെ ഒന്ന് ഇടപെട്ടാണ് നവ്യയിലേക്ക് പോയത്. അവിടെ നവ്യ ഒരു കാര്യം കൂടി പറഞ്ഞു, ലിബർട്ടി ബഷീറിനൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം, മാത്രമല്ല ചിലത് പറയാൻ ലിബർട്ടി ബഷീറിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ എന്നേക്കാൾ നന്നായി അറിയാവുന്നതാണ്, ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി സംസാരിച്ചിട്ടുള്ളതാണ് എന്ന് നവ്യ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടി താങ്കളുടെ മുമ്പിലുണ്ട്. നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. അല്ല, ശരത്തെ നേരത്തെ പറഞ്ഞതും ഇപ്പം നവ്യ പറയാൻ ഉദ്ദേശിക്കുന്നതും എന്നെ അഡ്വൈസ് ചെയ്യുന്നതെല്ലാം കാര്യം തന്നെ. ഒന്ന് മഞ്ജു വാര്യരുടെ പ്രശ്നം, ദിലീപ് മഞ്ജു വാര്യരുടെ പ്രശ്നം, അതിൽ ഒരു ഇടപെട്ട വ്യക്തിയാണ് ഞാൻ. അതിൽ ഈ നടിക ഇടപെട്ടിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു വ്യക്തി വൈരാഗ്യമൊന്നും ഈ ദിലീപിനെ സംബന്ധിച്ചിട്ട് ഇല്ല. ഒരു കാര്യം ശരത്തെ, ഇത് ദിലീപിന്റെ മാത്രം ഒരു സ്വന്തമായിട്ട് തീരുമാനമില്ല. അതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മേഡത്തിന്റെ ഒരു പ്രേരണ കൂടി ഉണ്ട്. മേഡം ആരാന്നുള്ളത് ഞാൻ നേരത്തെ പല ചാനലും പറഞ്ഞു തന്നു. എൻ്റെ ഒരു കാവ്യയുടെ കൂടി ഒരു പ്രേരണ ഉണ്ട് ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള ആ കുട്ടീനെ സംബന്ധിച്ചിട്ട് നവ്യക്കറിയാം. ആ കുട്ടീനെയും ഞാൻ സിനിമയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ക്രൂരമായിട്ട് പിന്നെ ഒരു കാര്യം ലിബർട്ടി ബഷീർ എന്തുകൊണ്ടാണ് വളരെ തുറന്ന് ഒരു ചർച്ചയിൽ കാവ്യയുടെ റോളുണ്ട് എന്ന് ഇപ്പോൾ പറയാം? അന്വേഷണ സംഘമൊന്നും ആ നിലയിൽ ഏതെങ്കിലും ഒരു സൂചനകൾ പോലും, സൂചന ചർച്ചകളിലൊക്കെ ഉണ്ട്, പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കാവുന്ന ഒന്നും വന്നില്ല. പക്ഷെ കാവ്യയുടെ പങ്ക് എന്ന് ലിബർട്ടി ബഷീർ വിശ്വസിക്കുന്നത് എന്താണ്? കാരണം ഈ വിഷയത്തിൽ ഇടപെട്ടയാളായതുകൊണ്ട് തുറന്നു പറയും. ഇല്ല ശരത്ത്, നിങ്ങളെ ചാനലുകൾ തന്നെ കാവ്യന്റെ ഷോപ്പ് പോയിട്ടുണ്ട്, കാവ്യന്റെ ഇവിടെ മറ്റേ സിം കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം നിങ്ങളെ മാത്രം ഞാനും കാണുന്ന വ്യക്തിയല്ലേ.
പിന്നെ ഇവിടെ വേറെ ഒരാൾ ഇടപെടാനില്ല ശരത്ത്. ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇടപെട്ട നാദിർഷ ഒരിക്കലും എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധം. നാദിർഷ ഒരിക്കലും ഇത്ര ക്രൂരമായിട്ടുള്ള നടപടിക്ക് പോയില്ല. പിന്നെ ദിലീപും നാദിർഷയിലുള്ള ബന്ധം കൊണ്ട് നാദിർഷ ദിലീപിനെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പോകുന്നത്. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഈ സുനിയോട് പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നാദിർഷ സംസാരിച്ചോ, ഇല്ല അപ്പുണ്ണിയിട്ട് സംസാരിച്ചോ, എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്പുണ്ണിനെ വിളിച്ചോ, അല്ലെങ്കിൽ നാദിർഷനെ വിളിച്ചോ എന്നുള്ളത് അങ്ങനത്തെ ഒരു ബന്ധം അല്ലാണ്ട് വേറെ ആരെങ്കിലും വേറെ അമ്മ എന്ന സംഘടനയെന്നോ വേറെ ആർട്ടിസ്റ്റോ ഒരു ടെക്നീഷ്യന്മാരോ ഒരു പുതിയ നടന്മാരോ ഒന്നും ഇതിൽ വരാൻ പോകുന്നില്ല. ഇത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ദിലീപിനെ പഠിച്ച വ്യക്തിയാണ്. അത് നവിക്കറിയാം എന്താ അവരെ ക്രിമിനൽ ബുദ്ധിയാണ്. എത്രയോ ഡയറക്ടർമാർ എണ്ണിയാ പറഞ്ഞാൽ തീരൂല. അതെല്ലാം ഒരു മണിക്കൂർ ചർച്ച ചെയ്യേണ്ടി വരും. ഡയറക്ടേഴ്സിനെ വഞ്ചിച്ച കഥ, പ്രൊഡ്യൂസേഴ്സിനെ ജയിലിൽ കയറ്റിയ കഥ, ഇതെല്ലാം അതുപോലെയൊന്നും അല്ലല്ലോ ഇത്. അതാണ് നേരത്തെ കാവ്യം പറഞ്ഞത്. അതൊക്കെ സിനിമയുടെ ഭാഗമായി, ലിബർട്ടി ബഷീർ, അതൊക്കെ സിനിമയുടെ ഭാഗമായി പലതരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ ആ നിലയിൽ ഒന്നും കാണാൻ പറ്റാത്ത സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ല, അവിടെയാണ് ഒട്ടക ശരത്ത് എത്തുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ സംഭവം നടന്നിട്ട് എത്ര കൂളായിട്ടാണ് ദിലീപ് എന്ന വ്യക്തി അഭിനയിക്കുന്നത്. എന്തെങ്കിലും മുഖത്തൊരു മാറ്റം വന്നിട്ടുണ്ടോ? ആ ഫസ്റ്റ് ഡേ ഇവരെ ആദ്യത്തെ എറണാകുളം മറ്റേ ഗ്രൗണ്ടിലെ ഇത്, രണ്ടാമത്തുള്ള ഓരോ ചർച്ച, നിങ്ങളുടെ മാധ്യമങ്ങളിലെ ചർച്ച, എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയമല്ല, ഇതാണ് ശരിയായ അഭിനയം. സിനിമയിൽ അഭിനയിക്കുന്നത് ഡയറക്ടർ പറഞ്ഞിട്ട് അഭിനയിക്കുന്നത്, ഇത് സ്വയമേ ഉണ്ടാക്കുന്ന അഭിനയമാണ്. അതിന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കണമെന്ന് ദിലീപിന് പറഞ്ഞത്. അത്രയും മുഖത്ത് ഒരു മാറ്റം ഇല്ലാണ്ട്, ഒരു ചേഞ്ച് ഇല്ലാണ്ട് 13 മണിക്കൂർ ചോദ്യം ചെയ്തുകൊണ്ടും ചിരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല. പക്ഷെ അവിടെ എല്ലാം പാലിച്ച് ഒരു തെറ്റിപ്പി ദൈവത്തിന്റെ എല്ലാ കേസുകളും ഉണ്ട്. ഇങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ഈ സ്ത്രീ കേസിലും ഈ കൊലക്കേസിലും ലിബർട്ടി ബഷീർ ഒരു കാര്യം കൂടി, താങ്കൾ ദിലീപ് മഞ്ജു പ്രശ്നത്തിൽ ലിബർട്ടി ബഷീർ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് മുഹമ്മദ് ഷായിലേക്കും പ്രകാശ് ബാരയിലേക്കും ഒന്ന് പോകണം. അതിനു മുമ്പ് ലിബർട്ടി ബഷീർ ഒരു കാര്യം, ഈ ദിലീപ് മഞ്ജു പ്രശ്നത്തിൽ ഇടപെട്ടയാളാണ് താങ്കൾ എന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ വ്യക്തിയും ഈ നടിയും അതിൽ ഇടപെട്ടിട്ടുള്ളയാളാണ്. അതടക്കമുള്ള പ്രശ്നങ്ങളാണ് വ്യക്തിവൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ് തന്നെ പറയുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇതിലൊക്കെ നേരിട്ട് ഇടപെട്ടയാളെന്നുള്ള നിലയിൽ അന്ന് തന്നെ ദിലീപിനെ സംശയിച്ചിരുന്നോ? കാരണം ഇപ്പോൾ ഈ തെളിവുപരമായി 10ഓളം കുറ്റങ്ങൾ ചുമത്തുന്നു, നിരവധി തെളിവുകൾ പോലീസ് ഇപ്പോൾ നിരത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ ദിലീപിനെ ലിബർട്ടി ബഷീർ സംശയിച്ചിരുന്നോ? അന്നേ സംശയമില്ല. അതിൽ ഞാൻ ശരത്തെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തോട് ഞാൻ ഒരു ഓൺലൈനിലൂടെ ഞാൻ കാര്യം പറയണമെങ്കിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം വേണ്ടേ? ഞാൻ ദിലീപാണ് ചെയ്തിട്ടുള്ളത്, അതിൽ മമ്മൂട്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ കഥ എവിടെ എത്തൂലെന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം എൻ്റെ നാട്ടുകാരനായ പിണറായി വിജയൻ. പക്ഷെ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഇതുവരെ എൻ്റെ വിജയേട്ടൻ എന്നുള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറയണമെങ്കിൽ എനിക്ക് കിട്ടുന്ന പരിപൂർണമായ വിശ്വാസയോഗ്യമായ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇത് കളി തമാശയാ. നാളെ നിങ്ങൾ ചോദിക്കില്ല ഈ എൻ്റെ സംഘടന തകർത്തോണ്ടുള്ള വ്യക്തിപരമാക്കി എന്നുള്ളത്. അത്രയും ഉറപ്പായിട്ടുള്ള ഒരു എനിക്ക് കിട്ടിയോണ്ട് എത്ര ധൈര്യത്തിൽ പറയുന്നത്, ഇപ്പോൾ ജൈവത്ത് പറഞ്ഞതും ഈ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞതും അത്രയും ധൈര്യമായിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാന്ന് ഒരിക്കലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മമ്മൂട്ടി എന്ന വ്യക്തി എന്തായിരുന്നു അത്ര വലിയ ബോധ്യം? എന്തായിരുന്നു വിശ്വാസയോഗ്യമായി കിട്ടിയ വിവരം? ലിബർട്ടി ബഷീർ, സംഭവം ഉണ്ടായി ഉടൻ തന്നെ താങ്കൾക്ക് ലഭിച്ച വിശ്വാസയോഗ്യമായ വിവരം എന്തായിരുന്നു? അതല്ല ഇപ്പോ ശരത്ത്, ഇപ്പോൾ അതൊന്നും പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഈ ചാനലിൽ കൂടെ ചർച്ച ചെയ്ത് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമല്ല. കാരണം ഞാൻ തലശ്ശേരി ജീവിക്കുന്ന വ്യക്തിയാണ്. എനിക്കും നാളെ പല ആൾക്കാർ ബന്ധപ്പെട്ടതാണ്. അതിൽ എനിക്ക് കിട്ടി, ഏത് വിധയും കിട്ടി. ഇന്ന് ആ പറഞ്ഞ സംഭവം കറക്റ്റായിട്ട് വന്നിട്ടില്ല, ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവിടെ അഭിഭാഷകൻ ശ്രീ മുഹമ്മദ് ഷാ കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷാ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, തെളിവുപരമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു വിലയിരുത്തൽ, ഈ കേസിൽ പോലീസ് പറയുന്ന തെളിവുകൾ, ഒപ്പം തന്നെ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ, പോലീസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗൂഢാലോചന തെളിയിക്കുക അത്ര എളുപ്പമല്ല. എ വി ജോർജൊക്കെ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇപ്പോൾ 304 ഒക്കെ ചാർജ് ചെയ്താൽ നമുക്ക് പ്രതികളെ കണ്ടെത്താൻ, വേഗം ഫിക്സ് ചെയ്യാം, തെളിയിക്കാം. പക്ഷെ അതുപോലെയല്ല പുതിയ സാഹചര്യത്തിൽ 120B എന്ന് പറയുന്ന ഒരു പ്രശ്നം.
സെൻകുമാർ പറഞ്ഞൊരു പരാമർശമുണ്ട്. പുതിയ കാലത്ത് ഇപ്പോൾ ഒരാൾ ദില്ലിയിലിരുന്ന് ഫോണിലൂടെയോ മറ്റോ ഗൂഢാലോചന നടത്തുന്നു, അത് ചെന്നൈയിലാകാം, പക്ഷേ ആക്ഷൻ നടക്കുന്നത് തിരുവനന്തപുരത്താകാം. പക്ഷേ ഇത് തെളിയിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയ ഗൗരവതരമായ ഒരു ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് എന്ന് തുറന്നു പറയാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മടിയില്ല എന്നിരിക്കെ കൂട്ടബലാത്സംഗത്തിന് പ്രേരണ, ഗൂഢാലോചന അടക്കം ചുമത്തിയിരിക്കുകയാണ് ദിലീപിന്റെ കാര്യത്തിൽ. അല്ല, അത് അവരെ പറയുന്നത് എക്സാക്ട്ലി അവർ പറയുന്നത് കറക്റ്റാണ്. ഗൂഢാലോചനയുടെ കാര്യത്തിൽ ഒരു കൺവിക്ഷൻ വാങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു അക്യൂസ്ഡ് പറഞ്ഞ മൊഴിയുടെ ലീഡിൽ നിന്നുമാണ് ഗൂഢാലോചനയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് ഒരു പ്രതികളെ കൊണ്ടുവന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം റീഓപ്പൺ ചെയ്ത കേസാണ്. റീഓപ്പണിങ്ങിനുണ്ടായതിൻ്റെ സാഹചര്യം തന്നെ ഇതിനകത്തെ പ്രതി എഴുതിയ ഒരു കത്തും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കംപ്ലൈൻറ്റുമാണ്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ പോലീസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പോലീസ് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോയി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുമ്പോൾ അന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്ന സെൻകുമാർ വന്ന് പറയുകയാണ്, ഈ അന്വേഷണത്തിൽ അപാകതയുണ്ട്, കോർഡിനേഷൻ ഇല്ല, ദിലീപിനെതിരെ തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുതിയ DGP ചാർജ് എടുത്തതിന് ശേഷം ഞാൻ പറയുന്നു, ബെഹ്റയെക്കുറിച്ച് നമ്മളിപ്പോൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൽ ഒരാളാണ് അദ്ദേഹം വളരെ വളരെ ഷാർപ്പായിട്ട് അതിനെ സൂപ്പർവൈസ് ചെയ്തു, നല്ല കോർഡിനേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഓരോന്നിനും തെളിവുകൾ ഉണ്ടാക്കി. അതായത് 2013 ഞാനിപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് മനസ്സിലായി, 2013 കോൺസ്പിറസി നടന്ന ഡേറ്റിൽ ആ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ തെളിവ്, 2016 തെളിവ്, ഈ രേഖകളെല്ലാം വെച്ചിട്ട് ആ ഡോക്യുമെൻ്ററി എവിഡൻസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓറൽ എവിഡൻസും ബേസ് ചെയ്തുകൊണ്ട് ഒരു കേസ് ഫ്രെയിം ചെയ്യുകയാണ്. അതിൻ്റെ പരിപൂർണതയിൽ ഇൻവെസ്റ്റിഗേഷൻ എത്തിയിട്ടില്ല, ഇനിയും എവിഡൻസസ് വരാനുണ്ട്. ഈ എവിഡൻസസ് എല്ലാം വന്നതിന് ശേഷം ഇതിലെ ഒരു സാക്ഷി പോലും അത് ഒരു ഓറൽ എവിഡൻസ് പോലും മറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ നടത്തിയാൽ ഗൂഢാലോചനയും കൺവിക്ഷനൊക്കെ വാങ്ങാം. കൺവിക്ഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഈ ദിലീപിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നല്ല ഒന്നാത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, ഒരു ക്രൈം നടത്തിയെടുക്കാനും കപ്പാസിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇനി ഒരു പെൺകുട്ടിക്കും ഇത് സംഭവിക്കരുത് എന്ന് പറയുന്നത് ഒരു താക്കീതായിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? അതായത് ഇത്തരം പണികൾക്ക് ഏതെങ്കിലും പെൺകുട്ടി പോയാൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്, ഈ പണിക്ക് ഇനി ഒരു പെൺകുട്ടിയും പോയേക്കരുത്. അതായത് ദിലീപിന്റെ മോട്ടീവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരം പണിക്ക്, അതായത് കുടുംബം കലക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഇതാണ് അനുഭവം എന്നാണ്, ഒരു താക്കീതാണത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടുള്ള ഒരു വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്പം മുമ്പ് താങ്കൾ വരുന്നതിന് മുമ്പ് നവ്യയോട് അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ആ പരാമർശം ഇന്നത്തെ സാഹചര്യത്തിൽ, ദിലീപ് പ്രതിയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും വായിച്ചാൽ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പരാമർശമാണ് മുഹമ്മദ് ഷാ പറഞ്ഞത്. നേരത്തെ നവ്യയോടും നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി അത് സംസാരിക്കുകയും ചെയ്തിരുന്നു. നവ്യ അല്പം തിരക്കിലാണെന്നറിയാം. അവസാനമായി ഒരു കാര്യം, ഈ കേസിൽ നേരത്തെ പറഞ്ഞല്ലോ, അമ്മ യോഗത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടെ, അത് തന്നെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരു സാഹചര്യത്തിൽ സുഹൃത്തായ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ജനറൽ ബോഡിയിലെത്തുന്നു, അവിടെ അത് ചർച്ച ചെയ്യും എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടാകുന്നില്ല. അതിനുശേഷം അതിനും മോശമായ സാഹചര്യങ്ങൾ പിന്നാലെ അത് വിശദീകരിച്ചപ്പോൾ പുറത്തു വരുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ ഇന്ന് അമ്മ ദിലീപിനെ പുറത്താക്കുകയാണ് പ്രതിയായി ജയിലിൽ പോയ ഘട്ടത്തിൽ. അമ്മ തെറ്റുതിരുത്തുന്നു എന്ന്, അല്ലെങ്കിൽ അമ്മയിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. യുവതാരങ്ങളൊക്കെ ഇപ്പോൾ പൃഥ്വിരാജും രമ്യ നമ്പീശനും ഒക്കെ വളരെ ശക്തമായ പൊസിഷനാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ നവ്യ? ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം തിരുത്താനുണ്ട്. നേരത്തെ ബഷീറൊക്കെ പറഞ്ഞു, പിന്നെ ദിലീപേട്ടനെയും മഞ്ജു ചേച്ചിയുടെയൊക്കെ വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ നവ്യ ഇടപെട്ടിരുന്നല്ലോ എന്ന്. അതൊരു കറക്ഷൻ ഉണ്ട്. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ് എന്നാണോ ബോംബെയിലേക്ക് താമസം മാറി ഞാൻ ഇവിടെ വന്നത്, അതിന് ശേഷം സിനിമയിലുള്ള ആരുടെയും ഒരു ബന്ധത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. അതിനു മുൻപും പൊതുവെ ഇങ്ങനെയുള്ള ഇടപെടലുകളിലോ ഗോസിപ്പുകളിലോ ഒരു ഇടം കൊടുക്കാനോ സംസാരിക്കാനോ ഒരിടത്തുനിന്ന് പറയുന്ന കാര്യം മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളിലും ഒരിക്കലും ഇടപെട്ടൊരു വ്യക്തിയല്ല ഞാൻ. ഇനി അങ്ങനെ ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മ അസോസിയേഷനിൽ ഞാൻ പറഞ്ഞത് വേറൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട്, കാരണം പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിട്ടോന്നറിയില്ല, ഞാനും ഈ അമ്മയിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ട, ഇടയ്ക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ബാൻ ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂവിനെ കുറിച്ച് ബഷീർക്കയുടെ ഓർമ്മകളെ പറ്റിയിട്ടാണ് ഞാൻ ബഷീർക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്.
രണ്ട് ഈ അസോസിയേഷന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞങ്ങൾക്ക് ആർക്കും ആത്മാർത്ഥമായിട്ട് ഇവരെല്ലാവരും മനഃപൂർവ്വം ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരും, എനിക്ക് അതാണ് എപ്പോഴും പറയാനുള്ളത്. അന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പല രീതിയിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ദിലീപേട്ടനെ പറ്റി ഞാൻ സപ്പോർട്ട്, അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്ത് ആരും എന്തോ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ എല്ലാവർക്കും, ഞാനടക്കമുള്ള എല്ലാ ആൾക്കാർക്കും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ മീഡിയയിൽ വന്ന് വിളിച്ചു പറഞ്ഞ് നാളെ അതങ്ങനെ അല്ലെങ്കിൽ അതൊരു വലിയ മനസാക്ഷി കുത്തായിട്ട് എന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ഈ ഘട്ടത്തിൽ ഏതായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണല്ലോ. നവ്യ, രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, സമ്മതിച്ചു. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ രണ്ടുപേരെയും ഇനി ഒരുപോലെ കാണാൻ, അതായത് ആക്രമിക്കപ്പെട്ട നടിയും അതേ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ദിലീപും, ഈ രണ്ട് സുഹൃത്തുക്കളെയും ഇനി ഒരേ അളവിൽ കാണാൻ തൽക്കാലം നവ്യക്കാവും? തൽക്കാലം പറ്റില്ല. തൽക്കാലം എന്നല്ല, അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ അങ്ങനെ കാണാൻ ഒക്കില്ല എന്ന് മാത്രമല്ല, അതിനെ പൂർണ്ണമായിട്ടും വിമർശിക്കും, പൂർണ്ണമായിട്ടും അതിനോട് പ്രതികരിക്കും. പക്ഷെ ഇനിയും പല കടമ്പകളും ഉണ്ട്. എന്നാൽ പോലും ഇപ്പൊ കാണുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു കുടുംബിനിയാണ്. ഞാൻ ഒരിക്കലും ഒരു ടിവിയിലോ ഒരു ചാനലിലോ വന്ന് ഒന്നിനെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യാറുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ അവളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഞാൻ സിനിമയിൽ ഇതുപോലെയൊക്കെയുള്ള ആളുകളുടെ കൂടെയാണ്, ഇവരുടെയൊക്കെ നായികയായിട്ടാണ് താങ്കളും അഭിനയിച്ചത്. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്, ഇവരുടെ മുഖം കറുത്താൽ, ഇവരുടെ അനിഷ്ടമായി മാറിയാൽ ഈ രീതിയിൽ ഏത് സ്ത്രീയും ഇരകളാക്കപ്പെടാം എന്നൊരവസ്ഥ മലയാള സിനിമയിലുണ്ട്. അത് ഈ നടിക്ക് പകരം മറ്റാരുമാകാം, ആ നടന്റെ മുഖം കറുത്താൽ എന്ന് വരുന്നൊരു അവസ്ഥ. അതെന്തൊരു ചലച്ചിത്ര മേഖലയാണ് നവ്യ? ഭയം തോന്നുന്നില്ലേ? ഭയം തോന്നുന്നുണ്ട്, ശരിക്കും ഭയം തോന്നി. ഇതിപ്പോ സംഭവിച്ചത് അവൾക്ക് മാത്രമായിട്ടൊരു തോന്നൽ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എനിക്ക് തോന്നുന്നില്ല ആർക്കും ഉണ്ടെന്ന്. എല്ലാവർക്കും, ഞാൻ ഇതിനെ ഒരു സ്ത്രീയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ മേഖലയിലല്ല, എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വത്തിന് പലപ്പോഴും കുറവുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ പല പല മൂവ്മെന്റ്സ് മുന്നിലേക്ക് വരുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി. പലപ്പോഴും പല ഫീൽഡിലും സ്ത്രീകൾ ഒന്നിറങ്ങി വരാൻ, സിനിമയിലാണെങ്കിൽ പോലും അതിൻ്റെ മറ്റു പല മേഖലകളിലേക്കും സ്ത്രീകൾക്ക് കടക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് കടന്നു വരേണ്ടതാണ് പലപ്പോഴും. പക്ഷേ ഇതൊക്കെയാണ് ഒന്ന് പിടിച്ച് വലിക്കുന്നത്, വേണോ വേണ്ടയോ എന്നുള്ള ഈ ഒരു ഭയമാണ് പിടിച്ചു വലിക്കുന്നത്. അതിനി ഉണ്ടാവാതിരിക്കട്ടെ, ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ. നന്ദി നവ്യ, മുംബൈയിൽ നിന്നും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും. വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ദിലീപിന്റെ നടപടികളെ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു തരത്തിലും പിന്തുണയ്ക്കാനാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃദു സമീപനം സാധ്യമല്ല. സുഹൃത്തായ നടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കർശനമായ നടപടികളും ശിക്ഷയും അടക്കം ഇക്കാര്യത്തിൽ തെളിവുപരമായി മുന്നോട്ട് പോയാൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ സഹകരിച്ചത് എന്ന് പറയാൻ കൂടി അവർ മറന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര നടൻ, നിർമ്മാതാവ് ശ്രീ പ്രകാശ് ബാരെ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. പ്രകാശ് ബാരെ, അഭിപ്രായം കേൾക്കും മുമ്പ് ഇന്ന് കേട്ട നല്ല ഉശിരുള്ള രണ്ട് പ്രതികരണങ്ങളൊന്ന് കാണാം. അത് മറ്റാരുടേതുമല്ല, പൃഥ്വിരാജിൻ്റെതും ഇന്നത്തെ മമ്മൂട്ടിയുടെ വീട്ടിലെ യോഗത്തിന് ശേഷം, എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന രമ്യ നമ്പീശനുമാണ്. തലമുതിർന്ന നേതാക്കളെ നമ്മൾക്ക് മാറ്റിവെക്കാം, പക്ഷേ ഇവരിലാണ് മലയാള സിനിമയിലെ ഏതെങ്കിലും തരത്തിലൊരു സംഘടനാ സംവിധാനങ്ങൾ മുന്നോട്ട് പോയാൽ ഇതുപോലെയുള്ള യുവ നിരയിലാണ് മലയാളിയുടെ പ്രതീക്ഷ. ഇത് അമ്മ എന്ന സംഘടനയുടെ സ്വകാര്യ പ്രശ്നം മാത്രമല്ല എന്ന് ശ്രീനിവാസൻ അടക്കം മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ ഓർമ്മിപ്പിക്കാൻ മലയാളിയും പൊതുസമൂഹവും ആഗ്രഹിക്കുകയാണ്. കാരണം അത്രമേൽ ഹീനമായ കൃത്യത്തിൽ നിങ്ങളിൽ ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞാൽ, തെളിവ് നിരത്തിയാൽ അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമല്ല എന്ന് പറയുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട് എന്നാണ് പ്രകാശ് ബാരെ പൃഥ്വിരാജും രമ്യ നമ്പീശനും ഒക്കെ ഓർമ്മിപ്പിച്ചത്. അതൊന്ന് കണ്ടുകൊണ്ട് പ്രകാശ് ബാരയുടെ അഭിപ്രായത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ
എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെയും പ്രതികരണം. തുടർന്ന് അങ്ങനെ സംഭവിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇന്ന് നിങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നെടുത്ത തീരുമാനം അതാണ്. അതിനോട് ഞാനും യോജിക്കുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഏകകണ്ഠമായി ഞങ്ങൾ പറഞ്ഞു, ഈ അക്യൂസ്ഡ് ആയ വ്യക്തിയെ എക്സ്പെൽ ചെയ്യണം. ഭാവിയിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള മോശമായ കമന്റ് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കേസിന് പോകുമെന്ന് അമ്മ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ പ്രകാശ് ബാരെ. കഴിഞ്ഞ യോഗം, വാർഷിക യോഗം, അതും ആ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ ഒരു വരി പ്രമേയം പോലും ആ നടിയെ പിന്തുണച്ച് തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു വരി പ്രമേയം പോലും പാസാക്കാൻ തയ്യാറാകാത്ത മനുഷ്യർ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച ആളുകൾ ഇന്ന് മാപ്പിരക്കുകയാണ്. കൂകി വിളിച്ചവരുടെ പേരിൽ മാപ്പ് ചോദിച്ച് അന്ന് മൗനം പാലിച്ച മുതിർന്ന അഭിനേതാക്കൾ, നമ്മുടെ ആരാധനാപാത്രങ്ങൾ ഇന്ന് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു. ഈ ചെറുപ്പക്കാരാണ് വളരെ ശക്തമായി ഒരു നിലപാടെടുക്കുന്നത്. എന്തു തോന്നുന്നു അമ്മയെക്കുറിച്ച്? ഈ ചെറുപ്പക്കാർ ഇതാണ് ചിന്തിക്കുന്നതെന്ന് നേരത്തെ മുതലേ എനിക്കറിയാം. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഈ ചരിത്ര മുഹൂർത്തം ഇങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റോട് കൂടിയിട്ട് മലയാള സിനിമയിലെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന മുഹൂർത്തമാണിത്. അതിന് പിന്നിലുള്ള പ്രധാന കാരണക്കാരി ആക്രമിക്കപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകയാണ്. ആ കുട്ടി കാണിച്ച ചങ്കൂറ്റം, ആ ധൈര്യം നോക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന പ്രമേയം പാസ്സാക്കാതിരിക്കലും മിണ്ടാതിരിക്കലും മലക്കം മറിയലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എത്രയോ പേര് തുറന്ന് സംസാരിക്കാൻ മടിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ, ഇപ്പം നവ്യയായാലും പൃഥ്വിയായാലും രമ്യയായാലും ഒക്കെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ഇവിടുത്തെ പവർ ഹയറാർക്കി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദശാബ്ദത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഓർഗനൈസേഷൻ്റെ നീരാളിപ്പിടുത്തത്തിൻ്റെ അകത്താണ് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? ഈ ഓർഗനൈസേഷനിലോ മലയാളത്തിലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലോ ഒരു സ്ത്രീക്ക് നേതൃസ്ഥാനമോ അതിൻ്റെ 7 അയലത്ത് അവരെ അടുപ്പിക്കില്ല. ഇന്ത്യയിലെ ഫിലിം ഇൻഡസ്ട്രികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കുറവ് സ്ത്രീ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ഓർഗനൈസേഷനായിരിക്കും അമ്മ. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഡിസ്പാരിറ്റി ഇതിൻ്റെ കാര്യത്തിലായിരിക്കും. സ്ത്രീകളെ വിലക്കുക എന്ന് പറയുന്നത് ഇടത്തും വലത്തും തോന്നിയ സമയത്ത് ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അധികം കളിച്ചു കഴിഞ്ഞാൽ നിന്നെ അങ്ങ് വിലക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കിയുടെ റെപ്രസെൻറ്റേറ്റീവ് പ്രൊഡ്യൂസർമാരെ ഇങ്ങനെ മാറ്റുക. അല്ലെങ്കിൽ പണ്ടൊക്കെ KG ജോർജ്, ഭരതൻ, പത്മരാജൻ, MT വാസുദേവൻ നായർ, T ദാമോദരൻ, ഇങ്ങനെ പ്രതിഭകൾ വാണിരുന്ന മലയാള സിനിമയെ കുറേ നടന്മാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വളരെ കയ്യിൽ എണ്ണാവുന്ന താരങ്ങളുടെയും അവരുടെ വീലേഴ്സ് ആൻഡ് ഡീലേഴ്സ്, അവരുടെ ഡ്രൈവേഴ്സ്, അങ്ങനെ ആ രീതിയിലേക്ക് അവരെ മേലെ സ്ഥാപിക്കുന്ന ഒരു ഓർഗനൈസേഷനായി ഇത് മാറി. ഇതിനെതിരെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളെയും അതേപോലെ തന്നെ നടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ. അത് കഴിഞ്ഞിട്ട് എത്രയോ തലമുറകളായിട്ടുള്ള അങ്ങനെയുള്ള സ്ത്രീകൾ അവർ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയായിട്ടോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ലോഞ്ചിവിറ്റി ഉള്ളൂ. താരത്വം തൊട്ട് തീണ്ടിക്കില്ല അവരെ കൊണ്ട്. ഇപ്പം വിദ്യാബാലനോ അല്ലെങ്കിൽ ഇപ്പം ആക്രമിക്കപ്പെട്ട കുട്ടി തന്നെ മറ്റു ഭാഷകളിൽ പോയിട്ട് കൂടുതൽ റെസ്പെക്റ്റും റെമ്യൂണറേഷനും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഇവിടെ സമ്മതിക്കില്ല. ഇതൊക്കെ ചെയ്ത ആ ഓർഗനൈസേഷനിൽ നിന്ന് ഇന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അയാളാണ് മുഴുവൻ കറുപ്പും ബാക്കി ഞങ്ങളൊക്കെ വെളുപ്പുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഒരു കൊച്ചു കുട്ടി പോലും വിശ്വസിക്കില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കാര്യം പ്രകാശ് ബാരെ, അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ആ ഗൗരവമായ പ്രശ്നം ചോദ്യമായി ഇന്ന് അടക്കമുള്ളവരിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ബാരെ, മമ്മൂട്ടി അടക്കം പറഞ്ഞത് ഈ നിലയിലുള്ള ഈ സംഘടനയുടെ ഭരണസമിതിയിൽ അഴിച്ചുപണി വേണമെങ്കിൽ ആവാം എന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു അതിന്റെ നേതാക്കൾക്ക് എന്നതുകൂടി കാണണം. ഇനി അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ പൃഥ്വിരാജും രമ്യ നമ്പീശനും ഒക്കെ പറഞ്ഞത് കേട്ടല്ലോ. ഇനി കുറെ കൂടി സീനിയറായ ഒരു നടൻ, അദ്ദേഹം ഇപ്പോഴും ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു വഴുക പരുവത്തിലുള്ളൊരു നയം നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. ഒരു കമ്പാരിസൺ നന്നാവും തോന്നുന്നു. മറ്റാരുമല്ല, നടൻ സിദ്ദിഖ്. നടി ആക്രമിക്കപ്പെട്ട സംഭവം അറിഞ്ഞപ്പോഴും ഞാൻ ഓടിയെത്തി.
നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തക തന്നെയാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെയും ഞാൻ ഓടിയെത്തി. നമ്മുടെ മറ്റു സഹപ്രവർത്തകനെ പോലീസ് ചോദ്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവിടെയും ഓടിയെത്തി. ഇതിൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടി ആക്രമിക്കപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരംഗത്തെ അതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾക്കുണ്ടാകാവുന്നൊരു മാനസിക സംഘർഷം മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്തരം ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും. എങ്ങനെയുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ, ആ സിദ്ധാന്തം മനസ്സിലാകുന്നു? ഒരു സഹപ്രവർത്തകയ്ക്ക് വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നു. ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിന് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ഓടിയെത്തുന്നു. ഇത് കേട്ടാൽ മലയാളിയല്ലാത്ത ഒരാൾ വിചാരിക്കുക 2 സംഭവങ്ങളിൽ 2ഇടത്തും ഒരുപോലെ ഓടിയെത്തുന്ന വിശാല മനസ്കരായ ഈ സഹജീവികളോട് അവർക്ക് ഒരുപാട് ആദരവ് തോന്നാം. പക്ഷെ ഒരുതരം കബളിപ്പിക്കൽ, പൃഥ്വിരാജും രമ്യ നമ്പീശനും അടക്കമുള്ള ചെറുപ്പക്കാരെടുക്കുന്ന നിലപാടിൽ ഇവരെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും എടുക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, അതൊരു ഭാഗത്ത്. ഇന്നസെന്റ് ഇന്നും ഞെട്ടി. ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഞെട്ടി. ആവർത്തിക്കുകയാണ്. ഏത് ലോകത്താണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ജീവിക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കളെ ഇടവും വലവും നിർത്തി മുകേഷ് കൊല്ലത്ത് വിശദീകരിക്കേണ്ടി വരുന്നു, ക്ഷമ ചോദിക്കേണ്ടി വരുന്നു. ഒരു ഭാഗത്ത് വളരെ വേഗം, ഇതിനേക്കാളൊക്കെ വേഗത്തിൽ ഗണേഷ് കുമാറിന്റെ വേഷം മാറാനാകുന്നു, ദിലീപിനെതിരെ ആക്രോശിക്കാനാകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പ്രകാശ് ബാരെ പറഞ്ഞതുകൂടി വെച്ച് ദിലീപിനെ പുറത്താക്കി ഞങ്ങളെല്ലാവരും സേഫായി എന്ന കളിയാണോ, അതോ സ്ത്രീയോടുള്ള സമീപനത്തിന് ഒരു മാറ്റത്തിന്റെ തുടക്കമാണോ അമ്മ എന്ന ഈ താരസംഘടനയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് രണ്ടുമല്ല. ഇവർക്കാർക്കും യാതൊരു മനസ്താപവുമില്ല, മനപരിവർത്തനവുമില്ല, മാറ്റവുമില്ല. ഒരു ദിലീപിനെ പുറത്താക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുകയില്ല. ഇവിടെ പ്രകാശ് ബാരെ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിനയൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ലിബർട്ടി ബഷീർ സൂചിപ്പിച്ച പോലെ താരാധിപത്യമാണ്. ഇവിടെ നിർമ്മാതാവിന് എന്ത് വിലയുള്ളത്? 5 കാശിൻ്റെ വിലയില്ല നിർമ്മാതാവിന്. കുഞ്ചാക്കോയുടെ കാലമല്ല, സുബ്രഹ്മണ്യത്തിൻ്റെ കാലമല്ല, എം.ഒ. ജോസഫിൻ്റെയോ ഹരിപ്പോത്തൻ്റെയോ കാലമല്ല. ഇന്ന് നിർമ്മാതാവ് എന്ന് പറഞ്ഞ ആൾ വെറും കറിവേപ്പിലയാണ്. സംവിധായകർക്ക് വല്ല പ്രാധാന്യമുണ്ടോ? ജോഷിയുടെ കാലമാണോ? ഐ.വി. ശശിയുടെയോ കെ.എസ്. സേതുമാധവൻ്റെ കാലമാണോ? അല്ല. ഇന്നിപ്പോൾ സിനിമയിൽ നിർമ്മാതാവിനെ തീരുമാനിക്കുന്നത്, സംവിധായകനെ തീരുമാനിക്കുന്നത്, ക്ലാപ്പടിക്കുന്നവനെ തീരുമാനിക്കുന്നത്, ലൈറ്റ് ബോയിയെ തീരുമാനിക്കുന്നത്, മേക്കപ്പ് മാനെ തീരുമാനിക്കുന്നത് താരങ്ങളാണ്. താരങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമേ സിനിമ കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് വേറെ വല്ല ജോലിക്ക് പോകേണ്ടി വരും. ഇപ്പോൾ വിനയൻ എത്ര കൊല്ലമായിട്ട് മാറിയിരിക്കുന്നു ഇല്ലേ? തിലകൻ സിനിമ കിട്ടാതെയാണ് മരിച്ചത് അവസാന കാലത്ത്. അവർ തിലകനെ പോലൊരു നടനെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ട ചെറിയ നടന്മാരുടെ കാര്യം, പാവപ്പെട്ട നടികളുടെ കാര്യം എന്താണ്? അവർ വേറെ എന്തെങ്കിലും ലാഭകരമായ മറ്റൊരു തൊഴിൽ കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ലാണ്ട് ഈ രംഗത്ത് നിലനിൽക്കാൻ കഴിയുകയില്ല. ഇവരൊക്കെ വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും, പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ഒറ്റക്കൊരു കാര്യം കൂടി പറയാം. പണ്ട് ഞാൻ ഈ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം നടത്തിയിരുന്ന കാലത്ത് ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത കാണുന്നു. മംഗളം പത്രത്തിലാണ് കണ്ടത്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കുന്നു പ്രമോദ് പയ്യന്നൂർ. അതിൽ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നത്, അതായത് മജീദിൻ്റെ റോളിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. ഞാനപ്പോൾ നമ്മുടെ സാധാരണ കുസൃതി ലൈനിൽ പറഞ്ഞു, മമ്മൂട്ടി ബാല്യകാല സഖിയിൽ മജീദായിട്ട് അഭിനയിക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഷഷ്ടിയബ്ദ പൂർത്തി ആഘോഷിച്ച് ഇദ്ദേഹമാണ് ബാല്യകാല സഖിയായിട്ട്, അല്ലാതെ നായകനായിട്ട് അഭിനയിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രായം വച്ചിട്ടാണെങ്കിൽ സിനിമയുടെ പേര് വാർദ്ധക്യകാല സഖി എന്നാക്കണമെന്ന് പറഞ്ഞു. അത് വലിയ ഒരു തമാശയായിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ മമ്മൂട്ടി അന്ന് മുതൽക്ക് ഇന്ത്യ വിഷൻ ചാനൽ തീരുന്നവരെ ഇന്ത്യ വിഷൻ ഒരു അഭിമുഖം കൊടുക്കില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രായം ഞാൻ വെളിപ്പെടുത്തി. മനസ്സിലായില്ലേ? മമ്മൂട്ടിയെ പോലൊരു നടനാണ് ഇത് ചെയ്യുന്നത്. ലജ്ജയില്ലേ ഇദ്ദേഹത്തിന്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ വെറും അല്പന്മാരാണ്. അല്പന്മാർ. എനിക്ക് ഇവരൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഞാൻ വേറെ ആരോട് പറയും, ഇവിടെ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഉമ്മൻചാണ്ടി വിമർശിക്കുന്നവരുണ്ട്, കുമ്മനത്തിനെ വിമർശിക്കുന്നവരുണ്ട്, നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മമ്മൂട്ടിയെ വിമർശിക്കാൻ ധൈര്യമുള്ളവർ കേരളത്തിൽ കുറവാണ്. ഒരു ചാനലുകാരനും അത് കൊടുക്കുകയില്ല. ഇപ്പോൾ ഈ ന്യൂസ് 18 ചാനൽ ഇപ്പോൾ കൊടുക്കും. ഇത് റീടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗം ചിലപ്പോൾ വെട്ടിക്കളയും. കാരണം ഇവരൊക്കെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും ചാനൽ നടത്തുന്നത്, പത്രങ്ങൾ നടത്തുന്നത്. യേശുദാസിനെ വിമർശിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല, വിമർശിക്കാൻ പറ്റുകയില്ല. ഇവരൊക്കെ വലിയ ദൈവങ്ങളെക്കാൾ ശക്തരായ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വിമർശിക്കാം. രാഷ്ട്രീയത്തിൽ ഏത് നേതാവിനെ വിമർശിക്കാം. ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കാം. ഞാൻ പറയട്ടെ, ഇവിടെ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരെ പടമൊരുന്ന ഒരു മഹാനായ സംവിധായകൻ ഉണ്ടല്ലോ, കമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. അദ്ദേഹമാണ് ദിലീപിനെ കൊടുത്തത്. ദിലീപിന്റെ കാര്യത്തെക്കുറിച്ച് ഇന്നേ ദിവസം വരെ കമൽ വല്ലതും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ കമൽ പറയാത്ത? കമൽ പറയില്ല. തിലകനെ പുറത്താക്കിയപ്പോൾ കമൽ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പറയില്ല. കാരണം തിലകനെ പുറത്താക്കുന്ന പോലെയല്ല. മോഹൻലാലിനെ, മമ്മൂട്ടിയും ദിലീപിനും ഒക്കെ പേടിച്ചിട്ട് വേണം കമലിന് ഇവിടെ നിലനിൽക്കാൻ. കമൽ പറയില്ലല്ലോ. എന്താ പറയാത്തെ? അല്ലെങ്കിൽ സംവിധാനം നിർത്തിയ ആൾക്കാരുണ്ടല്ലോ, സിബി മലയിലെ പോലെ ഈ പരിപാടി നിർത്തിപ്പോയ ആൾക്കാരുണ്ട്, അവർ പറയില്ലല്ലോ. എന്താ പറയാത്തെ? പറയാൻ പറ്റില്ല. അതാണ് ഇൻഡസ്ട്രി. റൈറ്റ്. ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. വിമർശനത്തിന് ആരും അതീതരല്ല.
ആ വിമർശനം പക്ഷേ സൃഷ്ടിപരമാകണം, വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ആകരുത് എന്ന ഒരു നിലപാടോടെയാണ് ചർച്ചകൾ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് നമുക്ക് ഈ പത്രങ്ങളിലൊക്കെ എഴുതുന്ന പോലെ ഇത് എഴുതിയത് ലേഖനകർത്താവിൻ്റെ അഭിപ്രായം മാത്രം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെതായ അഭിപ്രായമാണ്. അത് ഞങ്ങൾക്കൊരിക്കലും വെട്ടിക്കളഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ട നിലയിൽ മാധ്യമപ്രവർത്തനം നടത്താമെന്ന് ഉദ്ദേശിച്ചല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് സ്നേഹത്തോടെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയുന്നു. അത് താങ്കൾക്ക് മനസ്സിലാകും എന്നും വിചാരിക്കുന്നു. ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ മുമ്പ് പറഞ്ഞല്ലോ ഈ തെളിവിൻ്റെ കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ടാണ് രേഖാപരമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിവരം. അതിൽ പറയുന്നത് മുമ്പ് താങ്കൾ തന്നെ സൂചിപ്പിച്ച 2013 മാർച്ച് മുതൽ 2016 നവംബർ മാസം വരെയുള്ള കാലയളവിൽ ഈ കേസിലെ കുറ്റകൃത്യം നടത്തുന്നതിന് പരസ്പരം നേരിൽ കണ്ട്, അതായത് 1-ാം പ്രതി പൾസർ സുനിയും 11-ാം പ്രതി ദിലീപും ഗൂഢാലോചന നടത്തി. ഒന്ന്, അപ്പോൾ ഈ തെളിവ് ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ വെക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വളരെ കൃത്യമായ തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിന് വസ്തുതാപരമായി കണ്ടെത്താനായി എന്ന് വേണമോ ധരിക്കാൻ? മറ്റൊന്ന്, സാക്ഷിമൊഴികളും കോൾ ഡീറ്റെയിൽസും. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ 9ഉം 10ഉം പാരഗ്രാഫിൽ പ്രതിഫലം ലഭിക്കാത്തതിനെ തുടർന്ന് 1-ാം പ്രതി 9-ാം പ്രതിയുടെ സഹായത്തോടെ കത്തെഴുതി, അത് കഴിഞ്ഞ് 9-ാം പ്രതി അത് സഹോദരൻ 11-ാം പ്രതി ദിലീപിൻ്റെ സഹോദരൻ്റെ അടുക്കൽ നിന്നും അപ്പുണ്ണിയുടെയും മറ്റ് നമ്പർ വാങ്ങി അക്കാര്യങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട അക്കാര്യങ്ങൾ ഈ പണവുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ കൊണ്ടും കോൾ ഡീറ്റെയിൽസ് കൊണ്ടും ഈ കാര്യങ്ങൾ വെളിവാകുന്നുണ്ട്. മറ്റൊന്ന്, കോയിൻ ബോക്സിൽ നിന്ന് ജയിലിൽ നിന്ന് വിളിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിളി യഥാർത്ഥത്തിൽ അപ്പുണ്ണിയിലേക്കാണ് പോകുന്നത്, ദിലീപിൻ്റെ മാനേജറിലേക്ക്. ആ സമയം 11-ാം പ്രതിയും അപ്പുണ്ണിയും ഒരേ ലൊക്കേഷനിലായിരുന്നു എന്ന് ഫോൺ കോൾ ഡീറ്റെയിൽസ് കൊണ്ട് വെളിവാകുന്നുണ്ട്. ആ വിധത്തിൽ ഇപ്പോൾ ഈ തെളിവുപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ദിലീപ് പറയുന്നത് പോലെ തന്നെ കുടുക്കുകയായിരുന്നു എന്നതുപോലെയുള്ള വാദങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അഭിഭാഷകർ ജാമ്യ ഹർജിയിൽ എഴുതി ചേർക്കും പോലെ കൃത്രിമമായ തെളിവുകൾ എന്ന നിലയിൽ ഒരു എതിർവാദത്തിന്, ഡിഫൻസിന് സ്കോപ്പ് ഈ ഘട്ടത്തിൽ ആലോചിച്ചാൽ എത്രമാത്രമുണ്ട്? ലീഡ് മാത്രം മതി. മുഹമ്മദ് ഷായുടെ ലൈനിൽ എന്തോ ചില തകരാറുകൾ. താങ്കളിലേക്ക് വേഗം മടങ്ങി വരാം, അല്പം സമയം മാത്രം. സംവിധായകൻ തുളസിദാസ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. തുളസിദാസ്, നമ്മുടെ ചർച്ച അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. താങ്കളുടെ ചലച്ചിത്ര ജീവിതം തുലച്ചയാളാണ് ദിലീപ് എന്ന് ഒരു പൊതുവസ്ഥ. നേരത്തെ സംവിധായകൻ വിനയൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. പക്ഷെ അതൊക്കെ സിനിമയ്ക്കകത്ത് സംഭവിക്കുന്ന പകയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതൊക്കെ ഈ നിലയിലേക്കുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ആളായി ദിലീപ് വളരും, അതിൻ്റെ ലക്ഷണമാണ് അന്ന് നേരിട്ട് കണ്ടത് എന്നൊക്കെ പറയാൻ കഴിയുന്നുണ്ടോ തുളസിദാസിന്? ദിലീപിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഈ കേസിൽ പ്രതികേർക്കപ്പെട്ട് അഴിയെണ്ണുന്ന ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ തുളസിദാസ്. ഒരിക്കലും ഇത്ര ക്രൂരമായ ഒരവസ്ഥ ദിലീപ് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതൊരു ഇന്ത്യൻ സമൂഹം നോക്കിക്കാണുന്ന ഒരു കേസാണ്. ഇതൊരു സാധാരണ കേസല്ല. കാരണം ഒരു പെൺകുട്ടിയെ വളരെ തന്ത്രപൂർവ്വം പീഡിപ്പിക്കപ്പെടുകയും 3 വർഷം പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് അത് ക്രൂരമായ ഒരു സംഭവമാണ്. നമുക്ക് ദിലീപിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കലാകാരനിൽ നിന്ന് നമുക്ക് ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല, കാര്യമല്ല. കാരണം അതിൽ തന്നെ കുറേ അദ്ദേഹം ഒരു തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ചിരിച്ച മുഖത്തോടു കൂടിയുള്ള പിക്ചർ വേണം, ആ റിങ്ങിൻ്റെ പിക്ചർ വേണം, അതൊക്കെ വളരെ പ്ലാൻഡ് ആണ് എന്നുള്ളത് വ്യക്തമല്ലേ. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഒരിക്കലും ഈ ആദ്യമേ തന്നെ ദിലീപിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ദിലീപ് ആകരുത് എന്നുള്ളത് സത്യത്തിൽ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്നോട് എന്ത് പകയൊക്കെ കാണിച്ചെങ്കിലും ഒരു കലാകാരൻ, മലയാള സിനിമയ്ക്ക് ആവശ്യമായ ഒരു നടൻ അങ്ങനെ ആവരുത്. ആയിക്കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കാണ് നാണക്കേട്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? നമ്മളെല്ലാവരും, സിനിമാക്കാരെല്ലാവരും തല കുനിച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ തല കുനിച്ച് നിൽക്കുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിലീപിന് ഇക്കാര്യത്തിൽ ഒരു സംഘം തന്നെ ദിലീപിനൊപ്പം ഇക്കാര്യങ്ങൾ, ദിലീപിന്റെ താല്പര്യങ്ങൾ, ദിലീപ് ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ ഒരു സംഘം ദിലീപിനൊപ്പം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്രീ തുളസിദാസ്? അതെ,
തീർച്ചയായിട്ടും ദിലീപിന് പണ്ടേ ഉള്ള ഒരു കാര്യം, ദിലീപ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം ദിലീപിന് ഉണ്ട് എന്നുള്ള എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നെ 3 വർഷം സിനിമ ചെയ്യാൻ കഴിയാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് എനിക്ക് എതിരായി നിന്നവരുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല, കാരണം സമയക്കുറവുണ്ട്, ഞാൻ വ്യക്തമാക്കുന്നില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വേദനയാണ്. അതൊക്കെ അവിടെ പോട്ടെ. ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ, കാരണം ഇത്രയും ഒരു കൃത്യം അത് ഒരിക്കലും, കാരണം ദിലീപ് ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് വേദനയുണ്ട്. കാരണം മലയാള സിനിമയെ നയിച്ചിരുന്ന ഒരു നടൻ നമുക്കൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്തിനാണ് ശ്രീ തുളസിദാസ് അങ്ങനെ വേദനിക്കുന്നത്? കാരണം അത്തരം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, അവരതിനെ അനുഭവിക്കേണ്ടവരാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ നിയമ വഴികളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് കോടതിയിൽ പോയി ഈ ഘട്ടത്തിലടക്കം പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ഉണ്ട് എങ്കിൽ അത് ബോധ്യപ്പെടുത്താവുന്നതാണ്. കോടതികൾ ഇടപെടും, ജാമ്യമടക്കം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വരാം, കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകാം. അതുകൊണ്ട് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അല്ല, വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഒരു കലാകാരൻ എന്നുള്ളതിൽ ദിലീപ് എന്നുള്ളത് മാറ്റി നിർത്തും, ഒരു കലാകാരൻ എന്നുള്ളതിൽ. എല്ലാം കൂടി ദിലീപിന്റെ കാര്യത്തിൽ ചേരില്ല. ഈ ഘട്ടത്തിലെങ്കിലും മിനിമം ശ്രീ തുളസിദാസ് കലാകാരനാണ് എന്ന നിലയിൽ ആദരിക്കുക, ഈ നിലയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ശിക്ഷിക്കുക. ആ നിലയിൽ വേർതിരിവിന്റെ ഒന്നും സാഹചര്യത്തിലല്ല. അത്തരം സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം ഡെക്കറേഷന്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ശ്രീ മുഹമ്മദ് ഷാ, നമുക്ക് വേഗത്തിലൊന്ന് അവസാനിപ്പിച്ചാൽ, മുമ്പ് പറഞ്ഞ തെളിവുകൾ കുടുക്കുകയായിരുന്നു എന്ന് പറയുന്ന ദിലീപിന്റെ മറുവാദം, കൃത്രിമ രേഖകൾ ചമയ്ക്കുകയായിരുന്നു എന്ന് പറയുന്ന പ്രതിഭാഗത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, ദിലീപ് കൊടുത്ത പരാതി പോലും വ്യാജവും ആസൂത്രിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന വിധത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം പരാതി 2 കോടി എന്ന് പരാതിയിൽ പറയുന്നു, പക്ഷേ ഒരിടത്തും അങ്ങനെയില്ല. ഘട്ടം ഘട്ടമായി പണം തന്നാൽ മതി എന്നാണ് പൾസർ സുനി ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് ദിലീപ് ഈ പരാതിയിൽ 2 കോടി ആവശ്യപ്പെട്ടു എന്ന് ചോദിക്കുന്നത്? അത് വെളിപ്പെടുത്താൻ, വിശദീകരിക്കാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല എന്നുമൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ്, ഈ കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി, ദിലീപിൻ്റെ തുടർ സാധ്യതകൾ. അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രൈമറി റിപ്പോർട്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇനി ശരിക്കും ദിലീപ് ഇപ്പോൾ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ബെയിൽ ആപ്ലിക്കേഷനിൽ നാളെ വാദം നടത്തുമ്പോൾ ഒന്നാമതായി വാദിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല, ഇദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് ഒക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ വ്യാജമാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം പുറത്തിറങ്ങിയാലും ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഇതിൽ 2 കാര്യങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതായത് കസ്റ്റഡി റിക്വയർഡ് ആണ് എന്നുള്ളതിൻ്റെ എവിഡൻസ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതായത് ഇതിൻ്റെ ലിങ്കുകൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണം, പല തെളിവുകളും നോക്കണം, പലരെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി പോലീസിന് കസ്റ്റഡി റിക്വയർഡ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പുറത്തിറങ്ങിയാൽ സ്വാധീനിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് ലോകത്തൊരു മനുഷ്യന് വിശ്വസിക്കില്ല, ഒരു കോടതിയും അത് സമ്മതിക്കില്ല. അദ്ദേഹത്തെ പോലെ ഒരാളെ പുറത്തിറക്കി നിർത്തിയാൽ സ്വാധീനിക്കപ്പെടും. മൂന്നാമത്തെ കാര്യം, ഈ എവിഡൻസുകൾ, ഇപ്പോൾ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ്, ഈ ഡോക്യുമെന്റ്സ് വ്യാജമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ എവിഡൻസായി കൊണ്ടുവന്ന സാധനങ്ങളാണ്. ആ കൊണ്ടുവന്ന സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ലിങ്ക് കിട്ടുന്ന ഡോക്യുമെന്റ് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ആ ഡയറക്റ്റ് ലിങ്കുള്ള ഡോക്യുമെന്റ് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ കസ്റ്റഡി വേണം. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ ഈ സ്റ്റേജിൽ ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ നമുക്ക് അത് പൂർണ്ണമായും ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റിപ്പോർട്ട് അല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഫുൾ പ്രൂഫായ റിപ്പോർട്ട് തന്നെ പോലീസ് ഉണ്ടാക്കും. അതിനുശേഷം ഒരു കൺവിക്ഷനിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ശ്രീ ലിബർട്ടി ബഷീർ, അവസാനമായി അതൊക്കെ കാണുമ്പോൾ വളരെ സമർത്ഥമായി വേണ്ടയിടങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ വഴിതിരിച്ചുവിട്ട് അന്വേഷണം അവസാനിച്ചു എന്നൊരു പൊതുധാരണ പൾസർ സുനിക്കും ദിലീപിനും നാട്ടുകാർക്കുമൊക്കെ വരുത്തുന്ന വിധത്തിൽ പതുങ്ങി നിന്ന് എന്നാൽ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയി മാസങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട കേസാണ്. തെറ്റായി ചേർക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് പോലീസും അതുവഴി സർക്കാരുമാകും. അതെല്ലാം കണ്ടുകൊണ്ട് പഴുതടച്ചൊരു അന്വേഷണം മുന്നോട്ട് പോയി എന്ന് ധരിക്കാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെയല്ലേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ദിലീപിനെതിരായ തെളിവുകൾ പോലീസ് പറയുന്നതും അല്പാൽപ്പം പുറത്തുവിടുന്നതും കോടതി രേഖകളിലൂടെ മനസ്സിലാക്കുന്നതും ഒക്കെ വന്നാൽ, മറിച്ച് ദിലീപിന് വിശദീകരിക്കാൻ കഴിയുന്ന നിലയിൽ തൻ്റെ നിരപരാധിത്വം
ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിരപരാധിത്വം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊട്ട് ദിലീപിന് മുമ്പിൽ വഴി തുറന്നിട്ടുമില്ല. ശ്രീ ലിബർട്ടി ബഷീർ, ഏതാണ്ട് ഇങ്ങനെയല്ലേ സാഹചര്യം? അതുകൊണ്ട് തന്നെ ദിലീപിന്റെ പങ്കാളിത്തം വരും ദിവസങ്ങളിൽ പോലീസിന് കൂടുതലായി കണ്ടെത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? 100% ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കും. ശരത്ത് ഇപ്പം പറഞ്ഞില്ല, ഇന്ന് അമ്മ എന്ന സംഘടന വലിയൊരു ആനക്കാരെ ജീവിതത്തെ അവർ സഹോദരന്റെ കൂടെ ഉണ്ട് നമ്മൾ തള്ളിപ്പറയുന്നത്. ഇന്നലെ 6:40 ഈ ദിലീപ് എന്ന വ്യക്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഴയ മാതിരി പൃഥ്വിരാജ് പോകാൻ പോകുന്നില്ല, രമ്യ നമ്പീശൻ പോകാൻ പോകുന്നില്ല, അവിടെ എക്സിക്യൂട്ടീവ് കൂടുമില്ല. ഈ പഴയ മാതിരി പോവുകയെന്ന്. ഇന്നിപ്പോ ഈ ദിലീപ് എന്ന വ്യക്തി അറസ്റ്റിലായ സമയത്ത് അവർക്ക് എന്തും പറയാം, തള്ളി പറയാൻ. ലിബർട്ടി ബഷീർ, ഒരുപക്ഷെ ഒറ്റ കാര്യം, എന്റെ സമയം അവസാനിക്കുന്നതാണ്. ലിബർട്ടി ബഷീർ, ഒറ്റ കാര്യം, ഒരുപക്ഷെ ഈ കൊട്ടേഷൻ വിജയിച്ചിരുന്നു എങ്കിൽ ദിലീപ് ആവശ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോൾ പറയുന്ന വിധത്തിൽ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് എഴുതിയ തിരക്കഥയനുസരിച്ച് ആ നടിയുടെ മുഖവും വ്യക്തമായി മോർഫ് ചെയ്തതല്ല എന്ന ബോധ്യത്തോടു കൂടി, അതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ വേണം ഈ ദൃശ്യങ്ങൾ എടുക്കാൻ എന്ന് ആവശ്യപ്പെടുന്നു. അതെല്ലാം പാലിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇതിനെല്ലാം ആ കൊട്ടേഷൻ വിജയിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ നാളെ കേരളം കാണുന്ന മറ്റൊരു നിർമ്മാതാവായി, ദിലീപിൻ്റെ വലം കൈയായി ഒക്കെ വലിയ വാഴ്ത്തലുകൾ നേരിടുന്ന, വലിയ പ്രശംസകൾ നേരിടുന്ന ഒരു നിർമ്മാതാവായി പോലും ഒരുപക്ഷെ പൾസർ സുനി മാറിയേക്കാമായിരുന്നു. ഭാഗ്യവശാൽ അതാണ് പൊളിഞ്ഞിട്ടുള്ളത്. സുനി, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഒരു 1.5 കോടി 2 കോടി രൂപയുടെ ഓഫറൊന്നും ദിലീപ് കൊടുക്കൂല. തുളസിക്കറിയാം, ഒരു മാക്സിമം 10,000 രൂപ വരെ എടുക്കും. ദിലീപ് കൊടുത്ത ഓഫർ ഒരു ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. സിനിമയുടെ ഒരു ഡേറ്റ് അവർ വാഗ്ദത്തം ചെയ്തിട്ടോ. കാരണം 10-15 വർഷമായിട്ട് സിനിമയുള്ള വ്യക്തിയാണ്. തീർച്ചയായും അവരെപ്പോലത്തെ പല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഡ്രൈവർമാരും ഇന്ന് തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ആസൂത്രെ കൊണ്ടുവരിക, കൂടുതലുകൾ പലരും കടന്നുകൂടുക. പ്രകാശ് ബാരെ, എങ്ങനെയുണ്ട്? ചിലപ്പോൾ ഈ പറഞ്ഞ 1.5 കോടിയൊന്നും ഉണ്ടാവില്ല. പകരം ലിബർട്ടി ബഷീർ, സിനിമ നന്നായി അറിയാവുന്ന ലിബർട്ടി ബഷീർ വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ദിലീപ് ഒരു ഡേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നാളെ അയാൾ മലയാള സിനിമയിലെ നിർമ്മാതാവാണ്. ഈ പറഞ്ഞ സോക്കോൾഡ് സംഘടനകളുടെ ഒക്കെ തലപ്പത്തും പ്രതീക്ഷിക്കാം. അവരുടെ പ്രതിനിധികളായി നാളെ ഇത്തരം ചർച്ചകളിലേക്ക് അടക്കം കടന്നു വരാൻ കഴിയുന്ന ഒരു മാന്യമായ മേൽവിലാസം രൂപപ്പെടുമായിരുന്നു. ഈ കൊട്ടേഷൻ ആ നടിയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ തകർന്നത് അത്തരമൊരു വലിയ ഗൂഢപദ്ധതിയാണ്. പ്രകാശ് ബാരെ. അതെ, അത് നേരത്തെ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ വലിയൊരു മൂല്യച്യുതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു മെറിറ്റോക്രസി കംപ്ലീറ്റ് തകർന്നിട്ട് കുറേ വീലേഴ്സ് ആൻഡ് ഡീലേഴ്സ് മലയാള സിനിമയുടെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് ഇഷ്ടപ്പെടണം ഒക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഈ ഇൻഡസ്ട്രി എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നിന്ന് പ്രതിഭയെ, ടാലൻറ്റിനെ വീണ്ടും മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇതാണ് ഇന്നത്തെ ഈ ആക്രമണത്തിൻ്റെ പിറകിലുള്ള റൂട്ട് കോസ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു മാറ്റത്തിനുള്ള ഒരു വിജിലൻ, ഒരു പ്രഷറൈസിങ് ഏജൻസി ആയിട്ട് നമ്മൾ സമൂഹം നിൽക്കുകയും. ഇതിനകത്തുള്ളൊരു വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ ഓർഗനൈസേഷൻസിലൊക്കെ ഭാഗമാകണമെന്ന് നിർബന്ധിക്കുന്നത് സർക്കാരാണ്. ഒരു പടം സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസർ ബോർഡിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയും നിങ്ങൾ ചേംബറിലുണ്ടോ, ചേംബറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫെഫ്കയിലുണ്ടോ. ഇതൊരു ചെയിൻ റിയാക്ഷനാണ്. അതൊക്കെ സർക്കാർ പോലും തിരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാള സമൂഹം, മാധ്യമങ്ങൾ, സർക്കാർ ഇടപെടേണ്ട സമയക്കുറവുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇത്തരമൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പ്രകാശ് ബാരെ താങ്കൾ മുന്നോട്ട് വെച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കൊട്ടേഷൻ പരാജയപ്പെട്ടതിലൂടെ നഷ്ടമായത് മലയാള സിനിമയ്ക്ക് ഒരു വലിയ നിർമ്മാതാവിനെ കൂടിയാണോ? ലിബർട്ടി ബഷീർ സൂചിപ്പിച്ചതിൽ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമുണ്ട്. പൾസർ സുനി എന്ന നിർമ്മാതാവ്. തീർച്ചയായിട്ടും ലിബർട്ടി ബഷീർ പറഞ്ഞത് പ്രത്യക്ഷവും ശരിയാണ്. ഒരു പക്ഷേ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പോലെ ഒരു സുനിൽ പെരുമ്പാവൂർ എന്നൊരു നിർമ്മാതാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള മലയാള സിനിമയ്ക്കുണ്ടായ വലിയ നഷ്ടം എന്ന് പറഞ്ഞത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അത്തരം അന്വേഷണത്തിന്റെ ലെവൽ, ഈ പറഞ്ഞ വിവിധ തലങ്ങളിലേക്ക് ഈ അന്വേഷണത്തിന് പോകാൻ കഴിയുമോ അതോ പരിമിതികളുണ്ടോ? ഇതിൽ മാത്രമായി വ്യക്തിവൈരാഗ്യം എന്നതിലേക്ക് ഈ കേസിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് വ്യക്തിവൈരാഗ്യം, ഈ നടിയോട് ദിലീപിനുള്ള വ്യക്തിവൈരാഗ്യം എന്നതിലേക്ക് പരിമിതപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് മാത്രമാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ ക്രൈമിനകത്ത് ആ പെൺകുട്ടിയോട് നടത്തിയ ആക്രമവും
അതുമായി ചുറ്റപ്പെട്ട പിന്നെ കോൺസ്പിറസിയിലേക്ക് മാത്രമേ ഇത് ഒതുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് വ്യക്തിവൈരാഗ്യം എന്താണ്? ആ വ്യക്തിവൈരാഗ്യമാണ് മോട്ടീവ്. ആ മോട്ടീവ് എന്താ? മോട്ടീവ് ഒരു കോൺക്രീറ്റ് മോട്ടീവ് ആയിരിക്കണം. കാരണം ഇതിനകത്ത് കോൺസ്പിറസിയിൽ മാത്രം നടത്തേണ്ട ട്രയലാണ് ഈ ദിലീപിനെതിരെ. അപ്പോൾ മോട്ടീവ് കോൺക്രീറ്റ് ആയിരിക്കണം. അതിനകത്ത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, മഞ്ജു വാര്യരുമായിട്ടുള്ള പിന്നെ ബന്ധത്തിനെ ശിഥിലമാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതാണ് അവർ മോട്ടീവായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഈ എവിഡൻസ് പ്രകാരം, അതായത് ഈ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ വേണം. അപ്പോൾ ബ്ലാക്ക് മെയിലിൻ്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നില്ല. ബ്ലാക്ക് മെയിൽ ഇല്ല, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആളുകളെ ഏർപ്പാട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞത് മുൻപ് എനിക്കെതിരെ എൻ്റെ കുടുംബജീവിതം ചീട്ടുന്നമാക്കി എന്നാണെങ്കിൽ ഓക്കെ. അതുകൊണ്ട് തന്നെ മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോട്ടീവ്, കോൺസ്പിറസി, അബറ്റ്മെന്റ്, പിന്നെ ഈ ക്രൈം, ഈ 4 കാര്യങ്ങളിൽ ഒതുങ്ങുന്നതായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. തീർച്ചയായും ആ വിധത്തിൽ പഴുതടച്ച് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ അന്വേഷണ സംഘം പോകുന്നു എന്ന് കരുതാനാണ് ഏതായാലും ഈ ഘട്ടത്തിൽ, ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയാനാവുക. കാരണം നിലവിൽ ആ വിധത്തിലുള്ള പൊതു വിലയിരുത്തലുകളും സാഹചര്യങ്ങളും പ്രകടമാണ് താനും. വളരെയധികം നന്ദി ശ്രീ ലിബർട്ടി ബഷീർ, ഒപ്പം തന്നെ പ്രകാശ് ബാരെ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ശ്രീ സംവിധായകൻ തുളസീദാസ്, സംവിധായകൻ വിനയൻ, നവ്യ നായർ അടക്കം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.